Good morning, all. Good morning, ma'am. Morning. Good morning, ma'am. Morning. ഓക്കെ, 18 പേരുള്ളൂ. നമുക്ക് സമയമില്ല കളയാനായിട്ട്. 10:34 നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ, നമ്മൾ എവിടെയാണ് എടുത്തു നിർത്തിയത്? നമ്മള് ഇവിടം വരെ എടുത്തു നിർത്തി. പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റലിന്റെ പോയിന്റ്സ് 13 പോയിന്റ്സ് പറഞ്ഞില്ലേ? ഓക്കെ, ഇനി അതിന് താഴെ ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസീസ് അത് പറഞ്ഞില്ല. ഇല്ല, അപ്പൊ നമുക്ക് അവിടെ നിന്ന് തുടങ്ങി പറയാം. നമുക്ക് സ്പീഡ് വേണം, കാരണം ഓക്കെ നിങ്ങൾക്ക് എക്സാം ഇപ്പൊ പോർഷൻസ് ഒക്കെ തീരാനായി. ഈ മാസം കൂടി ഉള്ളൂ നിങ്ങളുടെ ക്ലാസ്. ഓക്കെ, അപ്പൊ പറഞ്ഞില്ലേ നിങ്ങളോട്? ഓക്കെ, അപ്പൊ നമുക്ക് ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസീസ്. എന്താ ഇൻക്രീസ് ഇൻ കപ്പാസിറ്റി എന്ന് വെച്ചാൽ അടിയന്തര എമർജൻസി ഘട്ടങ്ങളിൽ അടിയന്തരമായ എന്തെങ്കിലും ഘട്ടങ്ങൾ വരുമ്പോൾ അപ്പൊ അവിടെ ബെഡിന്റെ കപ്പാസിറ്റി, ബെഡിന്റെ കഴിവ് എങ്ങനെയാണ് ബെഡുകൾ കൂടുതലാക്കാം. അതാണ് നമ്മൾ പറഞ്ഞത്. അടിയന്തര ഘട്ടത്തിൽ ബെഡിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസീസ്. അടിയന്തര ഘട്ടത്തിൽ ഭയങ്കര എമർജൻസി കേസ്, ഇപ്പൊ എന്തെങ്കിലും എമർജൻസി കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെഡ് കപ്പാസിറ്റി, അപ്പൊ ബെഡ് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ നമ്മൾ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കും? ബെഡ് ഒരു പേഷ്യൻസ് അടിയന്തരമായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ബെഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കണം. ഫസ്റ്റ് വൺ എന്താ? ഡിസ്ചാർജ് ഇലക്ടീവ് കേസസ്. ഡിസ്ചാർജ് കേസസ് ഇലക്ടീവ് എന്ന് വെച്ചാൽ എന്താ? ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യന്റ് പോയി കഴിഞ്ഞാൽ അപ്പൊ അവിടെ എന്തായി? ഒരു ബെഡ് വാക്കന്റ് വന്നു അല്ലെ? അപ്പൊ നമ്മൾ പേഷ്യന്റിന്റെ ഡിസ്ചാർജ് ഇലക്ടീവ് എങ്ങനെയാണ് നമ്മൾ അത് നമ്മൾക്ക് ചിന്തിക്കാനുള്ളൂ. ഒരു ബെഡ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ബെഡ് ഒന്നും ഒഴിവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ലതായിട്ട് റിക്കവർ ആയ ഒരുവിധം നമുക്ക് കംഫർട്ട് എന്ന് തോന്നിയ പേഷ്യന്റിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും അല്ലെ? അപ്പൊ പേഷ്യൻസിനെ നമ്മൾ ബെഡ് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഡിസ്ചാർജ് ഇലക്ടീവ് കേസസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഞാൻ ഇത് സ്ക്രീൻ ഷെയർ ചെയ്തത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഒന്നുമില്ല, ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി. ബെഡ് കപ്പാസിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കും? അപ്പൊ ഫസ്റ്റ് വൺ എന്താ? ഡിസ്ചാർജ് ഇലക്ടീവ് കേസസ്. ഈ ഐച്ഛിക കേസുകൾ എന്ന് വെച്ചാല് എന്തെങ്കിലും കേസുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റിനെ ഇമ്പ്രൂവ് ആയിട്ടുള്ളത് നമുക്ക് തോന്നുന്നത്. ഈ പേഷ്യന്റ് ചിലപ്പോ നമ്മള് ഇഞ്ചക്ഷൻ ഒന്നുമില്ല, ആന്റിബയോട്ടിക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ 3 നേരമൊക്കെ ഉണ്ടെങ്കിൽ ആ പേഷ്യന്റിനെ നമ്മൾ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യും. ഇഞ്ചക്ഷൻ ഒന്നും ഇല്ല, പേഷ്യന്റിന് 2 ദിവസം കഴിഞ്ഞ് വിടാൻ ഒരു ഒബ്സർവേഷൻ ആണ് കിടത്തിയേക്കണേ. പേഷ്യന്റിന് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ ഒരു ബെഡ് നമുക്ക് ഒഴിവിട്ടും. ഡിസ്ചാർജ് സ്റ്റേബിൾ റിക്കവറിംഗ് പേഷ്യൻസ്, അതും ഇത് തന്നെയാണ്. എന്തെന്നാ? റിക്കവർ ആയിട്ട് പേഷ്യന്റിന്റെ സ്റ്റേബിൾ കണ്ടീഷൻ, പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? നമ്മൾ റിക്കവർ ആണോ എന്ന് നോക്കാം. നമുക്ക് തോന്നും ഈ പേഷ്യന്റിന് കുഴപ്പമില്ല, ഇത് നല്ല റിക്കവർ ആവണ്ട്, ഇതിന്റെ വേറെ. അപ്പൊ നമ്മൾ അതിനെ ഡിസ്ചാർജ് ചെയ്യും. അതാണ് ഫസ്റ്റ് ഡിസ്ചാർജ് ഇലക്ടീവ് കേസ്. എന്തെങ്കിലും അങ്ങനെ ഐച്ഛിക കേസ് ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും. സെക്കൻഡ് വൺ സ്റ്റേബിൾ റിക്കവറിംഗ് പേഷ്യൻസ്. പേഷ്യൻസിന് നല്ല സ്റ്റേബിൾ ആയ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പേഷ്യന്റിന് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. അപ്പോഴും ബെഡ് കിട്ടേണ്ട നമ്മൾ ബെഡ് കപ്പാസിറ്റി നമ്മൾ ഒരു ഹെഡിങ് നമ്മൾ കിട്ടുമ്പോ തന്നെ ആലോചിക്കാം. ബെഡ് കിട്ടണമെങ്കിൽ ഒരു പേഷ്യന്റ് അവിടെയുള്ള പേഷ്യന്റ് പോണ്ടേ? പിന്നെന്താ? സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. എന്താ? ഒരു പേഷ്യന്റിനെ വെറുതെ അഡ്മിറ്റ് ചെയ്യരുത്. അടിയന്തരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലാതെ ആ പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്യരുത് അല്ലെ? വെറുതെ എല്ലാ പേഷ്യന്റിനെയും പിടിച്ച് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ബെഡ് നിറയും. നമ്മുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യന്റ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച്
വെറുതെ പേഷ്യൻസിനൊന്നും അഡ്മിറ്റ് ചെയ്യരുത്. അതാണ് നോൺ എമർജൻസി പേഷ്യൻസ്. എമർജൻസി പേഷ്യന്റ് അല്ലെങ്കിൽ നല്ല അടിയന്തരമായിട്ടുള്ള പേഷ്യന്റ് ആണ്, അതിന് എമർജൻസി അഡ്മിറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സ്റ്റോപ്പ് അഡ്മിറ്റ് ചെയ്യരുത് നോൺ എമർജൻസി പേഷ്യൻസ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്താ? ചേഞ്ച് വെയിറ്റിംഗ് നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഇൻ ടു മേക്ക് ഷിഫ്റ്റ് വാർഡ്സ്. എന്താ ചേഞ്ച് വെയിറ്റിംഗ്? നമ്മൾ കാത്തിരിക്കണം. ഒരു നേരെ കുറെ പേഷ്യന്റ് ഇങ്ങനെ നിൽക്കണം, അപ്പൊ നമ്മള് ഒരു പേഷ്യന്റിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഇൻ ടു മേക്ക് ഷിഫ്റ്റ് വാർഡ്സ്. അങ്ങനെയാണെങ്കിൽ എന്താ, നമ്മൾ പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യാൻ, ഒരു പേഷ്യന്റ് ഇപ്പൊ പോകും, നമ്മൾ പറയൂലേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ പറയും ബെഡ് ഒഴിവില്ല, നിങ്ങൾ ഒരു ഉച്ച വരെ വെയിറ്റ് ചെയ്യ്, ബെഡ് ഒഴിഞ്ഞിട്ട് പേഷ്യന്റ് പോകും, അപ്പൊ നിങ്ങൾക്ക് മാറ്റാണ്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അപ്പൊ നമ്മൾ എന്ത് വേണം? പേഷ്യന്റിനെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. ആ പേഷ്യന്റിന് തൽക്കാലം നമ്മള് മേക്ക് ഷിഫ്റ്റ് വാർഡ്, സാധാരണ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. താൽക്കാലികമായിട്ട് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യണം. ഓക്കെ, അല്ലാണ്ട് പേഷ്യന്റിനെ ഒരു ബെഡ് ഒഴിയണ വരെ, അവര് രാവിലെ ഡിസ്ചാർജ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാൽ തന്നെ ഒരു പേഷ്യന്റ് വീട്ടിലോട്ട് പോകുമ്പോ എങ്ങനെ വന്നാലും ഒരു ഈവനിങ് 6 o'clock വരെ ആവും അല്ലെ? ഒരു വൈകുന്നേരം 6 മണി വരാണ്ട് ആ പേഷ്യന്റിനെ നമുക്ക് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിടാൻ പറ്റില്ല. ബില്ല് എഴുതി ഡോക്ടർമാരെ കൺസൾട്ടേഷൻ അങ്ങനെ ഓരോ കഴിഞ്ഞ് വരുമ്പോ വൈകും. അപ്പൊ അതുവരെ പേഷ്യന്റിനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ പേഷ്യന്റിനെ താൽക്കാലികമായിട്ട് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം, അവിടെ അഡ്മിറ്റ് ചെയ്യാം. ഓക്കെ, പ്ലാനിങ് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ആൻഡ് ലൈസൺ. എന്താ? അപ്പൊ എന്താ, അതിന് നമ്മൾ ആ സമയത്ത് നമ്മൾ പ്ലാനിങ് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ പ്ലാൻ ചെയ്യണം, ഒരു ആസൂത്രണം ചെയ്യണം. എന്തിനാ? പൊതുവിവരങ്ങൾ, പബ്ലിക് ഇൻഫർമേഷൻ ആൻഡ് ലൈസൺ ആസൂത്രണം ചെയ്യാം. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എങ്ങനെയാണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കണത്, ബെഡില്ല എന്നുള്ള കാര്യങ്ങൾ വിചാരിച്ച് നമ്മൾ ആ പേഷ്യന്റിന് ആ സമയത്ത് നമ്മൾക്ക് എന്താ തോന്നണേ, നമ്മൾ ബെഡ് കപ്പാസിറ്റിയാ പഠിക്കണേ അല്ലെ? ബെഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? പ്ലാനിങ് വേണം. പ്ലാനിങ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. അപ്പൊ പ്ലാനിങ്, പബ്ലിക് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ എന്താ? പബ്ലിക് ഇൻഫർമേഷൻ എന്ന് വെച്ചാല് പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മള് ആസൂത്രണം ചെയ്യാം. ഇൻഫർമേഷൻ പബ്ലിക്കിനോട് വിവരങ്ങളൊക്കെ ഇൻഫർമേഷൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താ? പൊതുവിവരങ്ങൾ എന്താ? പബ്ലിക് ഇൻഫർമേഷൻ എന്ന് വെച്ചാല് പൊതുവിവരങ്ങൾ, പബ്ലിക് ആയിട്ടുള്ള വിവരങ്ങള് നമ്മൾ പ്ലാൻ ചെയ്യാം. ബെഡ് ഒഴിവ് കിട്ടണം, അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ യുക്തി പോലെ ചെയ്യാം. ആ സമയത്ത് ചെയ്യേണ്ട പോലെ ബെഡ് ഇല്ല എന്നും പറഞ്ഞ് പേഷ്യൻസിനെ കിടത്താതിരിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? പ്ലാനിങ് ഫോർ സെക്യൂരിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. എന്താ? എമർജൻസി ആയ സാഹചര്യങ്ങളിൽ, അടിയന്തര സാഹചര്യങ്ങളിൽ ഹോസ്പിറ്റലിനെ നമ്മൾ എന്ത് നോക്കണം? ആ എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി നോക്കണം നമ്മൾ അല്ലെ? ഹോസ്പിറ്റലിൽ ഭയങ്കര ഒരു ബെസ്റ്റൊക്കെ പറഞ്ഞ് ഒരുപാട് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, അവിടെ ഇവിടെ എന്തായിരിക്കും? ബെസ്റ്റൊക്കെ പറയുമ്പോ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ആയിരിക്കും കുറ്റം. അപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും മരിച്ചാൽ പോലും അവരെന്ത് ചെയ്യും? കണ്ടക്ടർ ഡ്രൈവറൊക്കെ ഭയങ്കര ഹോസ്പിറ്റലിൽ ഭയങ്കര തല്ലുമ്പോഴോ പ്രശ്നമൊക്കെ ആയിരിക്കും അല്ലെ? അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ? ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റി ചെയ്യണം. അതിനെന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക്? ഈ ഒരു ഇഷ്യൂ അവിടെ നടക്കുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്, അങ്ങനെ വരുന്നതല്ല, ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. നമ്മള് പഠിക്കുന്ന ടോപ്പിക് മറക്കരുത്, ഡിസാസ്റ്റർ ആണ് പഠിക്കുന്നത്. അപ്പൊ ഡിസാസ്റ്റർ ആയിട്ട്, ദുരന്തങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം നമ്മൾ ഇതിൽ പഠിക്കാനായിട്ട്. ഈ ദുരന്തങ്ങളായിട്ട് ബന്ധപ്പെട്ടതിൽ ബെഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്, എമർജൻസി സാഹചര്യത്തിൽ ബെഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ പറഞ്ഞത് പ്ലാൻ ചെയ്യാം. നമ്മൾ എന്താ? എന്തെങ്കിലും എമർജൻസി കേസ്, എന്തെങ്കിലും സാഹചര്യത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി, എന്തെങ്കിലും ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ബെഡ് നമ്മൾ എന്ത് ചെയ്യണം? ബെഡില്ല, പക്ഷെ ആ സമയത്ത് ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്താ? പേഷ്യന്റിനെ നമ്മൾ ബെഡില്ല എന്ന് പറഞ്ഞു വിടരുത്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യാം എന്ത് വേണം. എന്നിട്ട് ഹോസ്പിറ്റൽ സെക്യൂരിറ്റി, ഹോസ്പിറ്റലിന്റെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പാക്കണം. ഹോസ്പിറ്റലിന്റെ സുരക്ഷിതത്വം നമ്മൾ മുന്നിൽ കാണണം. അതുപോലെ തന്നെ ബെഡ് ഇല്ലാണ്ട് പേഷ്യന്റ് തിരിച്ചു പോവുകയും ചെയ്യരുത്. ആ രീതിയിൽ വേണം നമ്മൾ ആ എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക. ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി, അതാണ് പോയിന്റ്സ്. നിങ്ങൾ അതാണ് ഹെഡിങ്, അതിന്റെ പോയിന്റ്സ് ആണ് പറഞ്ഞത്. നമ്മൾ അതിൽ തന്നെ നമുക്ക് കിട്ടുക. നമ്മൾ ഒരു ഇത്തിരി ബുദ്ധി ഉപയോഗിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ബെഡ്, ഹോസ്പിറ്റലിൽ ബെഡ് കപ്പാസിറ്റി വർക്ക് ചെയ്യാനായിട്ട് എന്ത് വേണം? അത് നമ്മൾ നോക്കാം. നല്ല പേഷ്യൻസ്, സാധാരണ ഇമ്പ്രൂവ് ആയ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യാം. പിന്നെന്താ? ഡിസ്ചാർജിങ് ഇലക്ടീവ് കേസസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിടണം. പിന്നെ നോൺ എമർജൻസി പേഷ്യൻസ് ഒന്നും അല്ലെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ?
അത്യാവശ്യമുള്ള പേഷ്യന്റിനെ മാത്രം. അതല്ല ഒരുപാട് ബെഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വല്ല എമർജൻസി കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞു, ഇത് നമ്മൾ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്താണ് അല്ലെ. അപ്പൊ ആ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്തും ഒരുപാട് പേഷ്യന്റ് അതിന് ഒരു വീക്ക് മുമ്പൊക്കെ വന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് വിടാം. എന്നിട്ട് ഈ എമർജൻസി പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റി നമ്മൾ ഉറപ്പാക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താ? ലോജിസ്റ്റിക് പ്ലാനിങ്. ലോജിസ്റ്റിക്കിന്റെ ആസൂത്രണം. നമ്മൾ ലോജിസ്റ്റിക് പ്ലാനിങ് നമ്മൾ ഇതിനു മുമ്പ് മറ്റേ എന്തോ ഇതിൽ പറഞ്ഞത് ലോജിസ്റ്റിക് ആയിട്ട് നമുക്ക് ആ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് എന്താണ് നമ്മുടെ ആസൂത്രണങ്ങൾ. നമുക്ക് ഇതിൽ എന്ത് പ്ലാൻ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ. നമ്മളെന്താ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആശയവിനിമയത്തോടുകൂടി പ്ലാൻ ചെയ്യാം. വിത്തിൻ ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. എന്താ ഹോസ്പിറ്റലിനകത്തും പുറത്തും. ഇത് നിങ്ങൾ വെറുതെ മനസ്സിലാക്കിയാൽ മതി എന്താന്നുള്ളത്. ഇതിന്റെ ഓരോന്നും ഇങ്ങനെ ചോദിക്കുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. ഈ പോയിന്റിൽ ഇവിടെ മുന്നേ പറഞ്ഞതിൽ ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റിയുടെ എല്ലാ പോയിന്റും ഓർത്തിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം തരും, എന്നിട്ട് ഇൻക്രീസ് ചെയ്ത് ബെഡ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് ഇതിൽ ഏത് വേണം എന്നൊക്കെ നിങ്ങളോട് ഓപ്ഷൻ ചോദിച്ചാൽ ആ പോയിന്റ് ഓർത്തിരിക്കുക. ഈ ലോജിസ്റ്റിക് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ഉള്ളത് ഞാൻ പറഞ്ഞു തരാം. വെറുതെ ബാക്കിയൊക്കെ വെറുതെ അറിഞ്ഞാൽ മതി. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൂടി നമ്മൾ നേരിട്ട് ആശയവിനിമയം ഒരാളോട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം, ആസൂത്രണം ചെയ്യാം. അതെവിടെയാണ്? വിത്തിൻ ഔട്ട്സൈഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും അങ്ങനെ ചെയ്യാം. പിന്നെന്താ നെക്സ്റ്റ് എന്താ? മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം. മെഡിക്കൽ സ്റ്റാഫ് അല്ലല്ല, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞില്ല. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതം എങ്ങനെ? ടു ആൻഡ് ഫ്രം സൈറ്റ് അതർ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്യണമാണ്. പ്ലാൻ ചെയ്യുമ്പോൾ ഒരാളോട് അവരോട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വഴി നമുക്ക് എങ്ങനെ വണ്ടിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് വിളിക്കണോ, ഈ സൈറ്റിലുണ്ടോ അല്ലെങ്കിൽ വേറെ എവിടെ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാം. പിന്നെ സ്റ്റോർ പ്ലാനിങ്. സ്റ്റോർ പ്ലാനിങ് എന്ന് വെച്ചാൽ സ്റ്റോർ ഉണ്ടാവും ഹോസ്പിറ്റലിൽ വേണ്ട എക്യുപ്മെന്റ് അതിന്റെ ഫുൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റോർ ഉണ്ടാവും. അപ്പൊ ആ സ്റ്റോറിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. സ്റ്റോറിൽ എങ്ങനെ വേണം, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഈ പേഷ്യൻസിന് എമർജൻസി സിറ്റുവേഷൻ വന്നാലുള്ള സാധനങ്ങൾ സ്റ്റോറിൽ ഉണ്ടോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യാം. പിന്നെ പേഴ്സണൽ പ്ലാനിങ്. പേഴ്സണൽ പ്ലാനിങ്ങിൽ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പെടും അല്ലെ. മെഡിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാബ്, എക്സ്റേ, നഴ്സുമാർ എല്ലാവരും മെഡിക്കലിൽ പെടും. നോൺ മെഡിക്കൽ എന്ന് പറയുമ്പോൾ റിസപ്ഷൻ, പുറത്തുള്ളത് ഔട്ട്സൈഡിലുള്ള ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ റിസപ്ഷൻ, പിന്നെ ഏതാ ഫോണ്, ടെലിഫോൺ ഓപ്പറേറ്റർ, ലിഫ്റ്റ്, ഇതൊക്കെ നമ്മൾ ഔട്ട്സൈഡിലുള്ളതാണ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നോൺ മെഡിക്കലില്. അപ്പൊ ഇവര് തമ്മിൽ പേഴ്സണൽ പ്ലാനിങ് അവിടെ ഓരോരുത്തർക്കും ഓരോ ഇൻചാർജ് ഉണ്ടാവും ഇല്ലേ. ഓരോ വ്യക്തികൾ അവിടെ ഓരോ ഇൻചാർജ് ഉണ്ടാവും. മെഡിക്കൽ സ്റ്റാഫിൽ നമുക്ക് നോക്കാം. മെഡിക്കൽ സ്റ്റാഫിൽ ആരൊക്കെ പെടും? മെമ്പർ ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ്. ആ ക്ലിനിക്കൽ സ്റ്റാഫിലെ ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ക്ലിനിക്കൽ സ്റ്റാഫ് ആരൊക്കെ ഉണ്ടോ അവിടുത്തെ എല്ലാ മെമ്പറും മെഡിക്കൽ സ്റ്റാഫിൽ പെടും. പാരാ ആൻഡ് ക്ലിനിക്കൽ ഡിസിപ്ലിൻസ് ആൻഡ് സ്റ്റാൻഡ് ബൈ സ്റ്റാഫ് ഷുഡ് ബി റെഡി ഫോർ സർവീസസ് ഇൻ ദ കൺട്രോൾ റൂം അല്ലെങ്കിൽ കമാൻഡ് സെന്റർ. എന്താ അവിടെ പറഞ്ഞേ? കൺട്രോൾ റൂം അല്ലെങ്കിൽ കമാൻഡ് സെന്റർ. ഒരു ഹോസ്പിറ്റലിന് എന്തുണ്ടാവും? നമ്മൾ എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വരുമ്പോൾ നമ്മളൊരു ഇത് അറേഞ്ച് ചെയ്ത് കൺട്രോൾ റൂം നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എമർജൻസി അല്ലെങ്കിൽ ഡിസാസ്റ്റർ എമർജൻസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പൊ അവിടെയുള്ള ആരാണ്? അവിടെയുള്ള കൺട്രോളും അവിടെയുള്ള റൂമിനെ പറയണതാണ് കൺട്രോൾ റൂം ഉണ്ടാവും. ആ കൺട്രോൾ റൂമില് അല്ലെങ്കിൽ അതിന് നമ്മൾ വേറെ എന്ത് പറയൂ? കമാൻഡ് സെന്റർ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിക്കാനായിട്ട് കമാൻഡർമാരെ. അപ്പൊ കമാൻഡ് സെന്റർ അവിടുത്തെ സേവനങ്ങൾക്ക് തയ്യാറായിട്ട് എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ നമ്മൾ മെഡിക്കൽ സ്റ്റാഫിലെ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞു, അവിടെ സ്റ്റാൻഡ് ബൈ ഷുഡ് ബി റെഡി ആയിട്ടിരിക്കുകയാണ്. എങ്ങനെ റെഡി ആയിട്ടിരിക്കണേ? സർവീസസ് ഇൻ ദ കൺട്രോൾ റൂം അല്ലെങ്കിൽ കമാൻഡ് സെന്റർ. ഈ എമർജൻസി ഡിസാസ്റ്റർ ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ രൂപീകരിച്ചു അല്ലെ. ദുരന്ത നിവാരണ കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിൽ കൺട്രോൾ റൂം, ആ കമ്മിറ്റിയിലുള്ള ഇതിലെന്തുണ്ടാവും? കൺട്രോൾ റൂം ഉണ്ടാവും അല്ലെങ്കിൽ കമാൻഡ് സെന്റർ ഉണ്ടാവും. ആ കമാൻഡ് സെന്ററിലെ കൺട്രോൾ റൂമിലെ സേവനങ്ങൾക്കായിട്ട് നമ്മൾ എന്തെങ്കിലും വിളിക്കുമ്പോഴത്തേനും പെട്ടെന്ന് റെഡി ആയിട്ട് വരാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കും അവര് അല്ലെ. അപ്പൊ അവര് റെഡി ആയിട്ട് ഇരിക്കുമ്പോൾ എന്താ? അവരെ റെഡി ആയിട്ട് വിളിക്കുന്നത് ആരായിരിക്കും? ഇവിടുത്തെ പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്ലിനിക്കൽ സ്റ്റാഫ് ഫസ്റ്റ് എന്ത് ഡിസാസ്റ്റർ വന്നാലും, ബസ് മറിഞ്ഞു വന്നാലും, തീ പിടിച്ചു വന്നാലും,
ആക്സിഡന്റ് ആയി വന്നാലും എന്ത് വന്നാലും ഫസ്റ്റ് വരുന്നത് എവിടെയായിരിക്കും? മെഡിക്കലിലായിരിക്കും അല്ലെ? കാഷ്വാലിറ്റിയിലല്ലേ ഫസ്റ്റ് വരാം. അപ്പൊ ഇത് ആദ്യം ഇൻഫോം ചെയ്യുന്നത് ആരായിരിക്കും? നഴ്സുമാരായിരിക്കും, ക്ലിനിക്കൽ സ്റ്റാഫ് മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ അവരിങ്ങനെ തയ്യാറായിട്ടിരിക്കണം. അപ്പൊ വേറെ ഒന്നും പറയാനില്ല. പാര അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിൻസ് ആരായാലും വേണ്ടില്ല. ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ പാര ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിൻസ് ആര് വിളിച്ചാലും റെഡി ആയിട്ടിരിക്കണം. ആരാണ്? കൺട്രോൾ റൂമിൽ അല്ലെങ്കിൽ കമാൻഡ് സെന്ററിലെ സ്റ്റാഫ്. അവിടുത്തെ സ്റ്റാൻഡ് ബൈ, അവിടെ ആരാണോ ആ സമയത്ത് ഡ്യൂട്ടിക്കുള്ള സ്റ്റാഫ്, അവര് റെഡി ആയിട്ടിരിക്കണം. എന്താണ് ഏതൊരു സാഹചര്യം വന്നാലും വരാനായിട്ട്. അതാണ് മെഡിക്കൽ സ്റ്റാഫിന്റെ, അവരെ മെഡിക്കൽ സ്റ്റാഫ് വിളിക്കുമ്പോൾ. നെക്സ്റ്റ് നഴ്സിംഗ് സ്റ്റാഫ്. നഴ്സിംഗ് സ്റ്റാഫും ഈ മെഡിക്കൽ സ്റ്റാഫിൽ പെട്ട മെമ്പർ അല്ലല്ലേ? അതെ. പിന്നെ നഴ്സിംഗ് സ്റ്റാഫിനെ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ? മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഓളാണ്, എല്ലാം പറ്റും. നമുക്ക് മെഡിക്കൽ സ്റ്റാഫിൽ ഒരു ഇൻചാർജ് ഉണ്ടാവും. ആ ഇൻചാർജ് മെഡിക്കൽ സ്റ്റാഫിലുള്ള എല്ലാവരോടും പറയും ഇങ്ങനെ. എന്തെന്നാ പറയാ? നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമാൻഡ് സെന്റർ അല്ലെങ്കിൽ കൺട്രോൾ റൂമിൽ പെട്ടെന്ന് അറിയിക്കണം. അവർ റെഡി ആയിട്ട് ഇരിപ്പുണ്ടെന്ന് നമ്മൾ അറിയിച്ചു. അപ്പൊ മെഡിക്കൽ സ്റ്റാഫ്, ഈ മെഡിക്കൽ സ്റ്റാഫിൽ തന്നെ പെട്ടതാണ് നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ? ഈ നഴ്സിംഗ് സ്റ്റാഫിൽ അവിടെ ഒരു ഇൻചാർജ് ഉണ്ടാവും. അതാരാണ്? നഴ്സിംഗ് സൂപ്രണ്ട് അല്ലെ? ആ സൂപ്രണ്ട് ഷുഡ് ബി ലയബിൾ ടു പ്രിപ്പയർ ലിസ്റ്റ് ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് who may stand ready at short notice and be able to mobilize additional nursing staff from non-critical areas. എന്ന് വെച്ചാൽ എന്താ? നഴ്സിംഗ് സൂപ്രണ്ട് നമ്മൾ പറഞ്ഞു, നഴ്സിംഗ് സ്റ്റാഫില് ഒരു ഇൻചാർജ് ഉണ്ട്, അത് നഴ്സിംഗ് സൂപ്രണ്ട്. ആ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഒരു പെട്ടെന്ന് അറിയിക്കില്ല. നഴ്സിംഗ് സൂപ്രണ്ട് ഇവിടുന്ന് എന്ത് പറയൂ? ഷുഡ് ബി ലയബിൾ ടു പ്രിപ്പയർ. അവര് ഇവിടുന്ന് പറയുമ്പോ തന്നെ റെഡി ആയിട്ടിരിക്കണം. അവർക്ക് ഇവിടുന്ന് പറയാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നഴ്സിംഗ് സ്റ്റാഫിനെ ആര് വിളിച്ചു പറഞ്ഞു? മെഡിക്കൽ സ്റ്റാഫ് ഇൻഫോം ചെയ്തു അല്ലെ? മെഡിക്കൽ സ്റ്റാഫ് ഇൻഫോം ചെയ്തപ്പോ നഴ്സുമാർ, ഒരുപാട് ഹോസ്പിറ്റലിൽ പല ഇതിലും നഴ്സുമാരുണ്ടാവും. ഇവര് വരുന്നുണ്ട്, കാഷ്വാലിറ്റിയിൽ വരുന്ന എമർജൻസി കേസ് അവിടെ വന്നേക്കല്ലേ? അപ്പൊ ഈ എമർജൻസി കേസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു നഴ്സ്, 2 നഴ്സ്, കാഷ്വാലിറ്റിയിൽ കൂടി വന്നാൽ ഒരു 2-3 നഴ്സുമാര് കാണുള്ളൂ അല്ലെ? ജനറൽ നഴ്സ് അടക്കം BSc നഴ്സിംഗ് ഉണ്ടെങ്കിലും അവർ 1, 2, 3 കാണുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു വലിയ സിറ്റുവേഷൻ വന്നു, ഒരു ഡിസാസ്റ്റർ പോലെ ഒരു വലിയ സിറ്റുവേഷനോ ഭയങ്കര എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാഫ് വേണം. അപ്പൊ ഈ സ്റ്റാഫുമാരൊക്കെ പല വാർഡില്, ഓർത്തോ, സർജറി എന്ന് പറഞ്ഞ ഓരോ വാർഡിലൊക്കെ ആയിരിക്കും. അപ്പൊ അവരെ വിളിക്കണമെങ്കിൽ ആ നഴ്സിംഗ് സൂപ്രണ്ട് എന്ത് ചെയ്യും? എല്ലാവർക്കും ഇൻഫോം ചെയ്യും. ഷുഡ് ബി ലയബിൾ ടു പ്രിപ്പയർ ലിസ്റ്റ് നഴ്സിംഗ് സ്റ്റാഫ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. റെഡി ആയിട്ടിരുന്നോ? ഞാൻ വിളിക്കുമ്പോഴത്തേനും എല്ലാവരും പെട്ടെന്ന് വെക്കണം അല്ലെ? അപ്പൊ അതൊരു ചെറിയ അറിയിപ്പ്. അങ്ങനെ അവരൊരു അറിയിപ്പില് തയ്യാറായിട്ട് നഴ്സിംഗ് സ്റ്റാഫ് നിൽക്കുകയാണ്. അപ്പൊ അതില് നഴ്സിംഗ് സ്റ്റാഫ് ഒരു ലിസ്റ്റ് തയ്യാറാക്കും ഇല്ലേ? ആ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതില് എല്ലാവരും ഉൾക്കൊള്ളിക്കും. എല്ലാ സ്റ്റാഫിനെയും ഉൾക്കൊള്ളിച്ചിട്ട് എന്താ റെഡി ആയിട്ട് എല്ലാവരോടും പറയും, നിങ്ങള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും, അപ്പൊ വരണം, ഇവിടെ റെഡി ആയിട്ട് ഇരിക്കണം എന്ന് പറയും. പിന്നെന്താ പറഞ്ഞേ? ഹൂ മേ സ്റ്റാൻഡ് റെഡി ഷോർട്ട് നോട്ടീസ് ആൻഡ് മൊബിലൈസ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സ്റ്റാഫ്മാർ വേണമെങ്കിൽ ക്രിട്ടിക്കൽ ഏരിയാസ് അല്ലെ? ഇപ്പൊ ഇവര് റെഡി ആയിട്ടിരിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുമ്പോ, ഇപ്പൊ ഒരു വാർഡ്, ഓർത്തോ വാർഡ് ആണെങ്കിൽ അവിടെ 2 സ്റ്റാഫ് ഉണ്ടാവും. ആ 2 സ്റ്റാഫും ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അവിടെ പേഷ്യൻസ് കിടപ്പില്ലേ? അപ്പൊ അവിടേക്ക് എന്തെങ്കിലും എമർജൻസി പെട്ടെന്ന് ക്രിട്ടിക്കൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ 2 സ്റ്റാഫും പോകാൻ പറ്റില്ല. അപ്പൊ അവിടെ നിന്ന് ഇവരോട് പറയണത് എന്താ? നഴ്സിംഗ് സൂപ്രണ്ട്, ഈ 2 സ്റ്റാഫില് നിങ്ങൾ ആരാണോ ഒരാള് റെഡി ആയിട്ടിരിക്കുക, ഒരാള് വരണം. അതുപോലെ സർജറി വാർഡ് ഉണ്ടാവും, അതുപോലെ ICU ഉണ്ടാവും, അതുപോലെ അങ്ങനെ എല്ലാ വാർഡിലും ഓരോരുത്തരും അല്ലെങ്കിൽ 2 പേര് അവിടെ ഒരാളെ നിർത്തിയിട്ട് എല്ലാവരും വരൂല. എന്തെങ്കിലും ക്രിട്ടിക്കലായ, അതാണ് ലാസ്റ്റ് പറഞ്ഞത്, അഡീഷണൽ നഴ്സിംഗ് സ്റ്റാഫ് ഫ്രം നോൺ ക്രിട്ടിക്കൽ ഏരിയാസ്. എന്തെങ്കിലും ക്രിട്ടിക്കൽ ഉണ്ടെങ്കിൽ, ക്രിട്ടിക്കൽ ഏരിയ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ എന്ത് വേണം? അഡീഷണൽ സ്റ്റാഫ് സെപ്പറേറ്റ് ആരെങ്കിലും വിളിക്കുമ്പോ അപ്പൊ തന്നെ റെഡി ആയിട്ടിരിക്കണം എന്ന് നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ട് അവർ ഇൻഫോം ചെയ്യും. പിന്നെന്താ? ആൻസിലറി സ്റ്റാഫ്. ആൻസിലറി സ്റ്റാഫ് എന്ന് വെച്ചാൽ എന്താ? ആൻസിലറി സ്റ്റാഫ് എന്ന് വെച്ചാൽ നഴ്സിംഗ് സ്റ്റാഫ് കഴിഞ്ഞു മെഡിക്കൽ സ്റ്റാഫിൽ പെട്ടതാ. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മെഡിക്കൽ സ്റ്റാഫില് എല്ലാവരും പെടും. എക്സ്റേ, ECG, സ്കാനിങ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും പെടും. ഒരു പേഷ്യന്റ് ആയിട്ട് ബന്ധപ്പെട്ട, ട്രീറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഏത് സ്റ്റാഫും ഏതിൽ പെടും? ഈ മെഡിക്കൽ സ്റ്റാഫിൽ പെടും അല്ലെ? അതിൽ നഴ്സിംഗ് സ്റ്റാഫ് സെപ്പറേറ്റ് എടുത്ത് പറയാൻ കാരണം, ഡോക്ടർ കഴിഞ്ഞ ഒരു പേഷ്യന്റിനെ ഫസ്റ്റ് വേണ്ടത് ആരാ? നഴ്സുമാരാണ്. ഫസ്റ്റ് എയ്ഡ് തന്നെ കൊടുക്കണമെങ്കിലും നഴ്സുമാര് വേണം അല്ലെ? അതാണ് നഴ്സുമാരെ കാര്യം ഫസ്റ്റ് പറഞ്ഞതും അവർക്ക് അത്ര ഇമ്പോർട്ടന്റ് കൊടുത്തതും. നെക്സ്റ്റ് ആൻസിലറി സ്റ്റാഫ് എന്ന് വെച്ചാൽ അനുബന്ധപ്പെട്ട സ്റ്റാഫ്. ഈ മെഡിക്കൽ സ്റ്റാഫിന്റെ ഉള്ളിൽ ബാക്കി സ്റ്റാഫുകളുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. റേഡിയോളജി, ലാബോറട്ടറി, ബ്ലഡ് ബാങ്ക്.
അല്ലെ? ആ സ്റ്റാഫും അവരെന്ത് ചെയ്യണം? ആൾസോ അതർ ഹോസ്പിറ്റൽ സർവീസ് എന്തെങ്കിലും ഇങ്ങനെ. പിന്നെ ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോഴ്സ്, ഫാർമസി, കിച്ചൺ. ഇവർ റേഡിയോളജി അവരൊക്കെ റെഡി ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ സേവനം അനുഷ്ഠിക്കുന്നതാണ് ഹൗസ് കീപ്പിംഗ്, അല്ലെ? സാനിറ്റേഷൻ, സ്റ്റോഴ്സ്, ഫാർമസി, അതൊക്കെ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ? അതാണ് ആൻസിലറി സ്റ്റാഫ് എന്ന് വെച്ചാൽ. ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫ് അവരും ഷുഡ് ബി അവൈലബിൾ. ആ സമയത്ത് എന്തൊരാവശ്യത്തിനും എപ്പോ വിളിച്ചാലും റെഡി ആയിട്ടിരിക്കണം. ഷുഡ് ബി അവൈലബിൾ. ഓക്കെ, അപ്പൊ അവരെ ആ സമയത്ത് റെഡി ആയിട്ടിരിക്കണം എന്നാണ് ആ ആൻസിലറി സ്റ്റാഫിന്റെ കാര്യങ്ങൾ. പിന്നെ വളണ്ടിയേഴ്സ്, ഹോസ്പിറ്റലിൽ ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ടാവും. വളണ്ടിയേഴ്സ് നൽകുമ്പോൾ കുറെ റെസ്ട്രിക്ഷൻസ്, അവർ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്. ഇപ്പൊ 10 പേർക്ക് ഒരാളായിരിക്കും ലീഡ് ചെയ്യണത്. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരുപാട് ലീഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർ വളണ്ടിയേഴ്സ് ആയിട്ട് അവർക്ക് ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവരെന്താ, ദ റോൾ വിച്ച് വളണ്ടിയേഴ്സ് വിൽ അസ്യൂം ഡ്യൂറിംഗ് ദ ടൈം ഓഫ് എ ഡിസാസ്റ്റർ ഷുഡ് ബി പ്രീഡിറ്റർമിൻഡ്. പിന്നെന്താ, റിഹേഴ്സഡ്, കോർഡിനേറ്റ് ആൻഡ് സൂപ്പർവൈസർ ബൈ ദ റെഗുലർ സീനിയർ സ്റ്റാഫ്. എന്താ വളണ്ടിയേഴ്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു എമർജൻസി സമയത്ത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, എന്തെങ്കിലും ആ ഒരു ഡിസാസ്റ്റർ സമയത്ത് വളണ്ടിയർ ഏറ്റെടുക്കുന്ന ആ ഒരു ഡ്യൂട്ടി, അവരെന്ത് ഡ്യൂട്ടിയാണ് അവർ ഏറ്റെടുക്കുന്നത്, അത് സാധാരണ എന്താ നമ്മള് നിശ്ചയിച്ചിട്ട് ഇവിടെ പറയുന്നെന്താ, അവര് വളണ്ടിയർ അസ്യൂം അവർ ഉറപ്പിക്കുകയാണ് ആ ഡ്യൂട്ടി ഏറ്റെടുത്ത്. ഡ്യൂറിംഗ് ദ ടൈം ഡിസാസ്റ്റർ സമയത്ത് ആ ഡ്യൂട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവരോട് സൂപ്പർവൈസർ എന്താ, സീനിയർ സ്റ്റാഫ് അവരോട് അവർക്ക് പറഞ്ഞു കൊടുക്കും, മുൻകൂട്ടി അവർക്ക് എന്തെങ്കിലും റിഹേഴ്സൽ കൊടുക്കും, അല്ലെ? അല്ലാണ്ട് വളണ്ടിയേഴ്സിന് നമ്മളൊരു ക്ലാസ് കൊടുക്കും. വളണ്ടിയർക്ക് നമ്മളൊരു ക്യാമ്പ് നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിലൊരു 20 പേരെ നമ്മൾ വളണ്ടിയേഴ്സ് ആയിട്ട് കൊടുത്തിട്ട് അവർക്ക് കഴുത്തിൽ ഇതൊക്കെ കൊടുക്കും, അതിന്റെ എംബ്ലൊക്കെ കൊടുത്തിട്ട് ഒരു ഐഡി കാർഡ് കൊടുക്കും, അല്ലെ? എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണവരെ തടയണം, പിന്നെ ഇത് ഹോളിൽ വെറുതെ നിൽക്കുന്നവരെ. ആ ക്യാമ്പിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ആ ക്യാമ്പിലെ കാര്യങ്ങളും റെസ്ട്രിക്ഷൻസും എല്ലാ റൂൾസ് ഒക്കെ നമ്മൾ ഈ വളണ്ടിയേഴ്സിനെ പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ കുറെ വളണ്ടിയേഴ്സ് ഉണ്ട്. എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ, എന്തെങ്കിലും ഒരു എമർജൻസി കേസ് ഉണ്ടായാൽ ആ സമയത്ത് എന്ത് ചെയ്യണം, അവർക്ക് അത് പ്രീഡിറ്റർമിനഡ്, അതിനെ കുറിച്ച് മുൻകൂട്ടി ക്ലാസ് എടുത്ത് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്, റിഹേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഏകോപിച്ച് എല്ലാവരെയും കൂടിയും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൂപ്പർവൈസർ, റെഗുലർ സീനിയർ സ്റ്റാഫ്, അവിടുത്തെ മേൽനോട്ടം വഹിക്കുന്നത് സീനിയർ സ്റ്റാഫില്ലേ, ഏറ്റവും സീനിയർ ആയ അവിടുത്തെ ഹോസ്പിറ്റലിലെ സീനിയർ സ്റ്റാഫും പിന്നെ അവിടുത്തെ മേൽനോട്ടം വഹിക്കുന്ന ആരാണോന്ന് വെച്ചാൽ അവരെല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് വളണ്ടിയേഴ്സ്. അത് നമുക്കറിയാലോ. വളണ്ടിയേഴ്സിന്റെ ഡ്യൂട്ടി എന്താ? വളണ്ടിയേഴ്സ് എന്തെങ്കിലും ഒരു ആവശ്യം വരും, അവർ ഓടി വെറുതെ വരുന്നവരല്ല, അല്ലേ? അവർക്കറിയാം ഞങ്ങൾ എന്താ ചെയ്യണ്ടേ, ഞങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് വളണ്ടിയേഴ്സിന് അറിയാം. അവർക്ക് അതിനുള്ള റിഹേഴ്സൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. വളണ്ടിയേഴ്സിന് എന്താ, മുൻകൂട്ടിയിട്ട് ഏത് ഉദ്യോഗസ്ഥൻ, സീനിയർ ഉദ്യോഗസ്ഥരാണോ ഹോസ്പിറ്റലിൽ ഇൻചാർജ് ആണോ, അവരൊക്കെ മുൻകൂട്ടി അവർക്ക് റിഹേഴ്സൽ കൊടുക്കുകയും അവരെ കോർഡിനേറ്റ് ചെയ്യുകയും, കോർഡിനേറ്റ് വെച്ചാൽ എന്താ, എല്ലാവരെയും വിളിച്ചിരുത്തി ഏകോപിപ്പിക്കുകയും അങ്ങനെ മേൽനോട്ടം വഹിക്കുകയും വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, റിസർവ് സ്റ്റാഫ്. റിസർവ് സ്റ്റാഫ് എന്ന് വെച്ചാൽ എന്താ, hospital must be identifying physician, nurse and retired hospital workers or who have changed careers to work outside of healthcare services or now work in areas other than direct patient care. എന്താ പറഞ്ഞേ, ഹോസ്പിറ്റലില്, നമ്മുടെ ഒരു ഹോസ്പിറ്റലില് ഫിസിഷ്യൻ അല്ലെങ്കിൽ നഴ്സുമാര്, പിന്നെ ആരാ, ഫിസിഷ്യൻ, ആരൊക്കെ പറയണ്ട് ഒരു ഹോസ്പിറ്റലില് ഐഡന്റിഫൈ, ഫിസിഷ്യൻ അല്ലെങ്കിൽ നഴ്സ് അല്ലെങ്കിൽ റിട്ടയർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് എന്ന് വെച്ചാൽ, റിട്ടയർഡ് എന്ന് വെച്ചാൽ എന്താ, ഹോസ്പിറ്റലിലെ വർക്കർമാര് അവരെ തിരിച്ചറിയുന്നവരായിരിക്കണം. ഹോസ്പിറ്റലിൽ ആര് ജോലി ചെയ്യുന്ന അവരൊക്കെ തിരിച്ചറിയുന്നവരായിരിക്കണം, അല്ലെ? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ തിരിച്ചറിയാനായിട്ട് അവർക്ക് എന്തുണ്ട്, തിരിച്ചറിയാനായിട്ട് അവർക്കൊരു ഇതുണ്ട്. ഡോക്ടേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും, അവർക്കൊരു കോട്ട് ഉണ്ടാവും, ഡോക്ടർമാരെ കോട്ട് ഉണ്ടാവും. പിന്നെന്താ, റിട്ടയർഡ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ എന്താ, തിരിച്ചെടുക്കണം. അത് നമുക്ക് നോക്കാം. റിസർവ് സ്റ്റാഫ്, ഹോസ്പിറ്റലിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ഫിസിഷ്യന്മാര്, നഴ്സുമാര്, പിന്നെ ഹോസ്പിറ്റലിലെ വർക്കേഴ്സ്. തിരിച്ചു വന്ന സ്റ്റാഫ്, ഹോസ്പിറ്റലിൽ ഇപ്പൊ ചില സ്റ്റാഫൊക്കെ അവിടെ നിന്ന് എന്തായിരിക്കും, റിട്ടയർമെന്റ് ചെയ്ത് പോയിട്ടുണ്ടാവും, റിട്ടയർമെന്റ്. അപ്പൊ അതിന്റെ തന്നെ ഒരു ഇതാണ് തിരിച്ചു വന്ന വർക്കേഴ്സ് who have changed careers to work outside. അവരെങ്ങനെയായിരിക്കും, അവരെ കരിയർ ഒക്കെ അവര് ഇവിടുന്ന് ജോലിക്ക്
ഹോസ്പിറ്റലിലല്ല അവര് ജോലി ചെയ്തിട്ട് അവിടുന്ന് പുറത്തു പോയി പിന്നെയും അവര് പുറത്തു പോയി ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് എന്താ, പുറത്തു പോയി ജോലി ചെയ്യുന്നവർക്ക് ചേഞ്ച്, അവരുടെ കരിയർ ഒക്കെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവും. ടു വർക്ക് ഔട്ട് സൈഡ്, അവർ പുറത്തു പോയി ചേഞ്ച് ചെയ്യുന്ന ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള ഹെൽത്ത് കെയർ, അവർക്കൊരു ആരോഗ്യത്തിന്റെ ഒരു സേവനങ്ങള്. പിന്നെ വർക്ക് ഏരിയാസ് അതർ ദാൻ ഡയറക്റ്റ് പേഷ്യന്റ് കെയർ എന്ന് വെച്ചാൽ എന്താ, അങ്ങനെയുള്ളവർക്ക് പേഷ്യന്റിനെ ഒഴികെയുള്ള നേരിട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ പേഷ്യന്റ് ഇപ്പൊ നേരിട്ട് പരിചരണം പേഷ്യന്റിന്റെ കെയർ ഒഴികെയുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെ ആയിരിക്കണം. റിസർവ് സ്റ്റാഫ് എന്ന് പറയുന്നത് ആരാണെന്നാണ് ഇവിടെ പറയുന്നത്. റിസർവ് സ്റ്റാഫ് ആരാണ്? ഹോസ്പിറ്റലിൽ ഐഡന്റിഫൈ ചെയ്യണം. ഹോസ്പിറ്റലിൽ ഐഡന്റിഫൈ ചെയ്യേണ്ട ആരാണ്? ഡോക്ടേഴ്സും നഴ്സും അല്ലെ. അല്ലാതെ പുറത്ത് ജോലി ചെയ്യണത്, പുറത്ത് ജോലി ചെയ്യണ കരിയറൊക്കെ ഒരു പ്രത്യേക, ഇപ്പൊ നമ്മള് എഞ്ചിനീയർ അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താ, അവരൊരു കരിയറിൽ അവരൊരു ജോലിയിൽ തന്നെ എന്താ ഒരു മാറ്റമുണ്ട്. നമുക്കത് കണ്ടാലറിയാം, അവരുടെ യൂണിഫോമിൽ കണ്ടാലറിയാം. അഡ്വക്കേറ്റിന്റെ യൂണിഫോം നമുക്കറിയില്ലേ? എഞ്ചിനീയർ ആണെങ്കിലും നമുക്ക് ഇവരറിയാം ഇവർ എഞ്ചിനീയർ ആണ്. ഡോക്ടർ ആണെങ്കിലും എന്താ, അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള സ്റ്റാഫിന് അവർക്ക് എന്താ, അവരെ വർക്ക് ഇൻ ഏരിയ അതർ ദാൻ ഡയറക്റ്റ് പേഷ്യന്റ് കെയർ, അവർക്ക് നേരിട്ട് പേഷ്യന്റിന്റെ കെയർ കൊടുക്കണം അല്ലേ. നമ്മൾ അവരെ എങ്ങനെ കെയർ ചെയ്യണേ? നേരിട്ട്. ആര് വന്നാലും ഹോസ്പിറ്റലില് പേഷ്യന്റ് ആയാലും നഴ്സ് ആയാലും പുറത്ത് ഏത് ജോലിക്കാരൻ ആരായാലും നമ്മൾ അവരെ ഇങ്ങനെ പേഷ്യന്റ് കെയർ ചെയ്യണേ. അത് നമുക്ക് പേഷ്യന്റാ അല്ലെ. അവർ എഞ്ചിനീയർ ആണെന്ന് വിചാരിച്ച് നമ്മളൊരു പ്രത്യേക പരിഗണന കൊടുക്കോ? ഇല്ല. നമുക്ക് എല്ലാവരും ആരാ? പേഷ്യന്റ്. അപ്പൊ നമ്മൾ അവരെ എങ്ങനെ കെയർ ചെയ്യണേ? ഡയറക്റ്റ് ആയിട്ട് അല്ലെ. എല്ലാവരും നമ്മൾ നേരിട്ടല്ലേ കെയർ ചെയ്യുന്നത്. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ ഹോസ്പിറ്റൽ ഫിസിഷ്യന്മാര്, നഴ്സുമാര്, പിന്നെ റിട്ടയർമെന്റ് തിരിച്ചു വന്നവര്, ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന ജോലിക്കാര്, അവരൊക്കെ ഇവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ട് പിന്നെ പോയി പിന്നെ രണ്ടാമതും തിരിച്ചു വന്നവര്, വർക്കർമാര്, പിന്നെ അങ്ങനെ തിരിച്ചറിയുന്നവരായിരിക്കണം. അവരൊക്കെ ആരായിരിക്കണം? ഹോസ്പിറ്റലിലുള്ള എല്ലാവരെയും തിരിച്ചറിയുന്നവരായിരിക്കണം. ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ അവിടെ തിരിച്ചറിയണം അല്ലെ. നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? ഒരു ഫിസിഷ്യനെ കണ്ടറിയാം, നഴ്സിനെ കണ്ടറിയാം. ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത വർക്കർമാര്, അവരേത് വർക്ക് ചെയ്യണം ഹോസ്പിറ്റൽ ഇതാണെങ്കിലും അവര് എവിടെ നിന്ന് പോയി തിരിച്ചു വന്നാലും നമുക്ക് അവരറിയാം അവര് പിന്നെ ഇതാണ് അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു അറ്റൻഡർ, ഈ അറ്റൻഡറിന്റെ വേഷം എന്തായിരിക്കും? ഒരു വീൽ ചെയർ ഒക്കെ തന്ന അറ്റൻഡർക്ക് അവർക്കും അതിൻ്റെതായ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവും. ഇവര് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോയി എന്ന് വെച്ചാൽ എന്താ, പുറത്തേക്ക് ഇവരിന്ന് വിട്ടുപോയില്ല, താൽക്കാലികമായിട്ട് പുറത്തു പോയി. നമ്മൾ ഇവരെ പുറത്ത് വെച്ച് കണ്ടാലും നമുക്ക് ഇവരറിയാം. എവിടെ വെച്ചാലും നമുക്ക് എന്തായാലും അറിയാം, തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ അറിയാൻ പറ്റും? ഇവരുടെ അറ്റൻഡർമാരുടെ ആ ഒരു ഐഡന്റിറ്റി കാർഡും അറ്റൻഡർമാരും അങ്ങനെയുള്ള ആ ഒരു തിരിച്ചറിവ് അറിയണം. പിന്നെ ഹു ഹാവ് ചേഞ്ച് കരിയറൊക്കെ മാറി ആരോഗ്യ സേവനങ്ങൾക്ക് പുറത്ത് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ പേഷ്യന്റിന് ഇപ്പൊ നേരിട്ട് കെയർ കൊടുക്കുന്ന മേഖലയിൽ ഉള്ളവരോ ആയാലും അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതാണ് വേറെ കരിയർ ഉള്ളവരെന്ന് പറഞ്ഞത്, എഞ്ചിനീയർ, ഡോക്ടർമാരെന്ന് പറഞ്ഞത്. ഓക്കെ, അത്രേ ഉള്ളൂ. അതിൽ വലിയ പോയിന്റ് ഒന്നുമില്ല. അതാണ് റിസർവ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇതിൽ ആകെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ലോജിസ്റ്റിക് പ്ലാനിംഗ് അല്ല. മെഡിക്കൽ സ്റ്റാഫില് ക്ലിനിക്കല് അത് നോക്കാം നിങ്ങൾ. മെഡിക്കൽ സ്റ്റാഫിലെ മെമ്പർ നോക്കാം. പിന്നെ നഴ്സിംഗ് സ്റ്റാഫ്, ഇത് രണ്ടും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വേറെ ഒന്നും വേണ്ടിയിട്ടില്ല. പിന്നെ ആൻസിലറി സ്റ്റാഫ് ഓർത്തോ, അത് റേഡിയോളജി, ലാബോറട്ടറി, ബ്ലഡ് ബാങ്ക്, അത് മാത്രമല്ല സ്കാനിങ്, പിന്നെ അവിടെയുള്ള ഏത് ഡിപ്പാർട്ട്മെന്റ്, എക്സ്റേ എടുക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റ് അനുബന്ധമായിട്ട് മെഡിക്കലായിട്ട് അനുബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫും ആൻസിലറി സ്റ്റാഫാണ്. പിന്നെ വളണ്ടിയേഴ്സിന്റെ ഡ്യൂട്ടി നിങ്ങൾക്ക് അറിയാലോ. വളണ്ടിയേഴ്സ് അവർക്ക് ക്ലാസ് കൊടുത്തില്ല, അതിനൊന്നും ചോദിക്കാൻ സാധ്യതയില്ല, അതൊന്നും ചോദിക്കില്ല. അതൊന്നും നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആകുമ്പോൾ എല്ലാ മേഖലയും നമ്മളൊന്ന് അറിഞ്ഞു പോണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിലൊന്നും നമുക്ക് ഒരു കാര്യവും ഇല്ല. ഇപ്പൊ വളണ്ടിയേഴ്സ് ആരാണെന്നുള്ളത് അറിഞ്ഞാൽ റിസർവ് സ്റ്റാഫ് എന്ന് വെച്ചാല് ഡോക്ടേഴ്സ്, ഫിസിഷ്യന്മാര്, നഴ്സ്, അത് കൂടാതെ പുറത്ത് കരിയർ അവർ ജോലി ചെയ്ത് വേറെ ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് അവര് ഇന്ന ഏരിയയിലാണ് വർക്ക് ചെയ്യണത്. ഞാൻ വർക്ക് ഇന്ന ഏരിയ നമുക്കറിയാൻ പറ്റും. ഇപ്പൊ അവര് വർക്ക് ചെയ്യണത് ഇന്ന സ്ഥലത്താണ്. നമുക്ക് യൂണിഫോം കണ്ട് മനസ്സിലാവില്ലേ? അതർ ദാൻ ഡയറക്റ്റ് പേഷ്യന്റ്. എങ്ങനെയായാലും അവർക്ക് നമ്മൾ എന്താ ചെയ്യാം, ഏത് പേഷ്യന്റ് ഇന്ന ഏരിയയിൽ ജോലി ചെയ്തോട്ടെ, എന്നാലും നമ്മൾ അവരെ ഡയറക്റ്റ് ആയിട്ടാണ് സാധാരണ കെയർ കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. വേറെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് വേറെ ഇതിലൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ് ഇതിൽ പെട്ടതാണ്. ഇത്രേ ഉള്ളൂ. പ്ലാനിങ് എന്തൊക്കെയാണ്?
പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ അത് ഓർത്തിരിക്കുക. ലോജിസ്റ്റിക് പ്ലാനിങ്ങിന്റെ പോയിന്റ് ഓർത്തിരിക്കുക. വേറെ ഒന്നും നിങ്ങൾ ഉള്ളിൽ നിന്നൊന്നും ഇതിൽ പഠിക്കാനില്ല. ലോജിസ്റ്റിക് പ്ലാനിങ്ങിന്റെ കമ്മ്യൂണിക്കേഷൻസ്, ട്രാൻസ്പോർട്ടേഷൻസ്, സ്റ്റോർ പ്ലാനിങ്, പേഴ്സണൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, 5 പ്ലാനിങ്. ഒന്നുകൂടി പറയാം, ലോജിസ്റ്റിക്സ് പ്ലാനിങ് 5 ലോജിസ്റ്റിക് പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, 2 പറ്റില്ലേ? കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ഏതാ? സ്റ്റോർ വേണം, നമുക്ക് പ്ലാൻ ചെയ്യണം. നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റോർ വേണ്ടേ? മെയിൻ ആയ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് അങ്ങനത്തെ ഹോസ്പിറ്റലിന്റെ ഫുൾ കാര്യങ്ങളൊക്കെ സ്റ്റോറിലാണ്. അപ്പൊ സ്റ്റോർ വേണം. അതുപോലെ തന്നെ പേഴ്സണൽ പ്ലാനിങ് വേണം. ആ പേഴ്സണൽ പ്ലാനിങ്ങിലാണ് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പെട്ടത്. മെഡിക്കലിൽ പെട്ടത് നമ്മൾ നഴ്സിംഗ്, മെഡിക്കൽ സ്റ്റാഫ്, അങ്ങനത്തെ ഒക്കെ ആൻസിലറി സ്റ്റാഫ്, അതൊക്കെ മെഡിക്കലിൽ വിടും. ബാക്കി വളണ്ടിയേഴ്സും റിസർവ് സ്റ്റാഫും ഒക്കെ നോൺ മെഡിക്കൽ ആണ്, അല്ലെ? അവര് ഹോസ്പിറ്റലിൽ അംഗമാണെങ്കിലും പക്ഷെ മെഡിക്കൽ അല്ല. അതൊന്നും നോക്കണ്ട, ഇത്രയും കാര്യങ്ങൾ നോക്കാം. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോർ പ്ലാനിങ്, പേഴ്സണൽ പ്ലാനിങ്, പിന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്. ഈ 5 പോയിന്റ് ഓർത്തിരിക്കുക. ഓക്കെ ആണോ എല്ലാവരും? എല്ലാവരും ഇല്ലേ അവിടെ? ഓക്കെ. ബാക്കി വേറെ കാര്യങ്ങളൊക്കെ വെറുതെ അറിഞ്ഞിരുന്നാൽ മതി. റിസർവ് സ്റ്റാഫ് എന്താ വളണ്ടിയർ എന്താന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിനൊന്നും പഠിക്കില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. നെക്സ്റ്റ് ഡിസാസ്റ്റർ ഫേസ് നമുക്ക് നോക്കാറ് മണിക്കൂറുണ്ട്. വേഗം നോക്കാട്ടെ, നമുക്ക് ഓടിച്ചു പോവാം. ഡിസാസ്റ്റർ ഫേസ് എന്ന് വെച്ചാൽ എന്താ? ഡിസാസ്റ്റർ ആക്ടിവേഷൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ദുരന്തഘട്ടം എങ്ങനെയാണെന്ന് നോക്കാം. ആഫ്റ്റർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ് പ്ലാൻസ് ഫോർ അലർട്ടിംഗ് ദ ഡിസാസ്റ്റർ കമ്മിറ്റി, സ്റ്റാഫ്, അതർ ഫെസിലിറ്റി. പിന്നെന്താ? എന്ത് വഴിയാ? ഫോൺസ്, പേജിങ് ആൻഡ് മൊബിലൈസിംഗ് റിസോഴ്സ് ടു സൂട്ടബിൾ ആക്ടിവേറ്റഡ് ഏരിയാസ്. എന്ന് വെച്ചാൽ എന്താ? ഈ ദുരന്ത സമിതി എന്ന് വെച്ചാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ദുരന്ത സമിതി എന്ന് പറയുന്നത് എന്താ? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അൾട്ടർ ആൻഡ് മൊബിലൈസേഷൻ ഇതെന്ന് വെച്ചാൽ ദുരന്ത സമിതി ജീവനക്കാര്, മറ്റ് ജീവനക്കാര്, അതിലാണ് കമ്മിറ്റി, സ്റ്റാഫ്, ഫെസിലിറ്റീസ്. പിന്നെ അവർക്കൊക്കെ എന്ത് കൊടുക്കണം? സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്ത് വഴിയാ? ഫോൺ വഴി, അല്ലെങ്കിൽ VA എന്ന് പറഞ്ഞാൽ VIA അതെന്താ വഴി? എന്ത് വഴി നമ്മൾ ഈ സൗകര്യങ്ങൾ, അതർ ഫെസിലിറ്റീസ്, എന്ത് ഫെസിലിറ്റീസ് വഴി കൊടുക്കണം? ഫോണ് അല്ലെങ്കിൽ പേജിങ്. എന്ന് വെച്ചാൽ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടില്ലേ? ഫേസ്ബുക്കിൽ പേജിങ് ഓപ്പൺ ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും അഡ്വർടൈസിംഗ് ഒക്കെ ഇട്ടെങ്കിൽ ആ പേജിങ് വഴി കിട്ടാൻ പുറത്ത് നമ്മുടെ കോണ്ടാക്റ്റിൽ അല്ലെങ്കിലും പുറത്തുള്ള ഒരുപാട് പേര് അത് കാണും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് മൊബിലൈസിംഗ് റിസോഴ്സ് സൂട്ടബിൾ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ അങ്ങനെയുള്ള വിവരങ്ങൾ അറിയിക്കുക നമ്മള്. പിന്നെന്താ? അനുയോജ്യമായ സജീവമാക്കിയിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എത്തിക്കണം. റിസോഴ്സ് സൂട്ടബിൾ ആയ യോജിച്ചിട്ട് ആക്ടിവേറ്റഡ് അത് ഈ ഏരിയയിലെടുത്ത്. ഡിസാസ്റ്റർ ഫേസ് എന്ന് വെച്ചാൽ ദുരന്ത ഘട്ടമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഡിസാസ്റ്റർ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ദുരന്ത ഘട്ടം എന്ന് പറയുമ്പോ കഴിഞ്ഞിട്ടില്ല. എന്താ? ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ? ആ സമയത്ത് നമ്മൾ ഒരു പ്ലാൻ ചെയ്യണം. കമ്മിറ്റി, ഡിസാസ്റ്റർ കമ്മിറ്റി, അവരുടെ സ്റ്റാഫിനൊക്കെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ദുരന്തം നടന്നിട്ടുണ്ട്, അതെന്ത് വഴി കൊടുക്കണം? ഫോണ് അല്ലെങ്കിൽ പേജിങ്, അതുവഴി നമ്മൾ ആ ഒരു ഏരിയയിലോട്ട്, പല ഏരിയയിലോട്ട്. ഇപ്പൊ നമ്മൾ മണ്ണിടിച്ചിൽ വരുമ്പോ നമ്മൾ TV തുറന്ന വെള്ളപ്പൊക്കം, വയനാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോ നമ്മൾ എങ്ങനെ അറിഞ്ഞേ? എല്ലാവരും അറിഞ്ഞു. നമ്മൾ വയനാട് പോയതാണോ? അല്ല. നമ്മൾ എന്താ ആ സമയത്ത് നമ്മുടെ TV-യില്, ഫേസ്ബുക്കില്, ന്യൂസിൽ എല്ലാത്തിലും നമ്മൾ എന്താ അറിഞ്ഞേ? ഇതിനെ കുറിച്ച്. അപ്പൊ എല്ലാ ഏരിയയിലും പറഞ്ഞു. അപ്പൊ ആ ഏരിയയിലോട്ടൊക്കെ എത്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് അറിയിക്കണം. ഇങ്ങനെ ഡിസാസ്റ്റർ നടന്നിട്ടുണ്ട് എന്ന് അറിയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇൻസിഡന്റ് കമാൻഡർ എന്താ? ആൻഡ് ഇൻസിഡന്റ് കമാൻഡർ ഹു മസ്റ്റ് ബി ഫ്രീ കമാൻഡ് ആൻഡ് കോർഡിനേറ്റ് ദ ഓവറോൾ ഡിസാസ്റ്റർ റെസ്പോൺസ് മസ്റ്റ് ബി അപ്പോയിന്റഡ് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എക്സാമ്പിൾ എന്താ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ വിത്ത് എമർജൻസി മെഡിക്കൽ സർവീസ്. എന്താ? മൊത്തത്തിലുള്ള ഒരു എല്ലാ കൂട്ടം കൂടി മൊത്തത്തിലുള്ള ഈ ഒരു എമർജൻസിയുടെ റെസ്പോൺസ്, മൊത്തത്തിലുള്ള ദുരന്ത പ്രതികരണം, അതാണ് എമർജൻസി റെസ്പോൺസ്. എന്താ? അത് കമാൻഡ് ചെയ്യാനും ഏകോപിപ്പിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള ഒരു ഇൻസിഡന്റ് കമാൻഡിനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിയമിക്കണം, അല്ലെ? നമ്മൾ ഇങ്ങനെ ഒരേ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? ഇതിനെ ഒരാൾ കൈകാര്യം ചെയ്യണം. എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യണം. എല്ലാവരും കൂടി എല്ലാവരും ഓടിച്ചതിൽ ഇടപെടുക കഴിഞ്ഞാൽ എന്താ? ഒന്നും നടക്കില്ല. ഒരാള് എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ എന്താ? അവിടെ അത് നടക്കും, അല്ലെ? അപ്പൊ ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറയുന്നത് എന്താ?
ഈ ഓവറോൾ ഡിസാസ്റ്റർ റെസ്പോൺസ് ഈ ദുരന്തങ്ങള് എല്ലാം കൂടി ഒരുമിച്ച് അത് നടന്നു കഴിഞ്ഞപ്പോ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യണം. ആരെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം? ഒരാളെ. ഇതിന്റെ കമ്മിറ്റി ഏറ്റെടുക്കാൻ പറ്റിയ, ഈ ഇൻസിഡന്റ് കമാൻഡ് ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് നിയമിക്കണം. എവിടെ നിയമിക്കണ്ടേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വേണം നിയമിക്കാനായിട്ട്. അതാ പറഞ്ഞത്, ഫ്രീ കമാൻഡ് കോർഡിനേറ്റ് ഓവറോൾ ഡിസാസ്റ്റർ റെസ്പോൺസ് മസ്റ്റ് ബി അപ്പോയിന്റഡ്. നമ്മൾ അപ്പോയിന്റ് ചെയ്യണം ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മെമ്പർ, അവിടെ ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവില്ലേ, അപ്പൊ അവര് പോയി അതിൽ ഏതെങ്കിലും ഒരു മെമ്പറെ എന്ത് ചെയ്യണം? ഈ കമ്മിറ്റിയിൽ നിയമിക്കണം. ഒന്നുകൂടി പറയാം, മൊത്തത്തിലുള്ള ഈ ദുരന്ത നിവാരണ ഇത് നടന്നു. അപ്പൊ അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോ അവിടെ ഈ ദുരന്ത റെസ്പോൺസ് അത് കമാൻഡ് ചെയ്യാൻ, എന്നുവെച്ചാൽ എന്താ, എല്ലാവരിലോട്ടും അറിയിക്കാനും അത് എല്ലാവരെയും വിളിച്ച് ഏകോപിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു ഇൻസിഡന്റ്, ഈ സംഭവ കമാൻഡ്, ഇൻസിഡന്റ് എന്ന് വെച്ചാൽ എന്താ, സംഭവം, ഈ സംഭവം നടന്ന ഒരു കമാൻഡിനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിയമിക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിയമിക്കണം. എക്സാമ്പിൾ വന്നിട്ടുണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ വിത്ത് എമർജൻസി മെഡിക്കൽ സർവീസ്. എന്ന് വെച്ചാൽ എന്താ, ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എന്തെങ്കിലും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറെ കൂടെ എമർജൻസി മെഡിക്കൽ സർവീസ്, ആ ഡോക്ടർ വേറൊരു എമർജൻസി അത്യാഹിതം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സർവീസിലേക്ക് പോകും അല്ലെ. അപ്പൊ നമ്മൾ അവിടെ എന്ത് വരും? ആ ഫിസിഷ്യന് പകരം നമ്മൾ ഒരാളെ നിയമിക്കണം. അതാണ് അവിടെ പറഞ്ഞത്. പിന്നെന്താ, ഇൻസിഡന്റ് സ്റ്റാഫ്. ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് വെച്ചാൽ അവിടെ സംഭവ സമയത്ത് ഒരു സ്റ്റാഫ് വേണം. അതെങ്ങനെ? ദ പർപ്പസ് ഓഫ് ദ ഇൻസിഡന്റ് സ്റ്റാഫ് കംപ്രൈസ്ഡ് ഓഫ് കമാൻഡ് ആൻഡ് ജനറൽ സ്റ്റാഫ്. എന്ന് വെച്ചാല് എന്താ, പർപ്പസ് ഓഫ് ഇൻസിഡന്റ് സ്റ്റാഫ്, ഇൻസിഡന്റ് സ്റ്റാഫിന്റെ പർപ്പസ്, അതിന്റെ ഉദ്ദേശം എന്താ? ഈ ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് ആരാ? കമാൻഡും ജനറൽ സ്റ്റാഫും അടങ്ങണത്. നമ്മൾ പറഞ്ഞു കമാൻഡ്, ഇതെല്ലാം അറിയണ ഒരാളെ നമ്മൾ ലീഡ് ചെയ്യാനായിട്ടും ഈ കാര്യങ്ങൾ ഓവറോൾ ഹോസ്പിറ്റലിലുള്ള ഡിസാസ്റ്റർ റെസ്പോൺസ് ചെയ്യാനായിട്ട് ഒരാളെ നിയമിക്കണമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും ഒരാളെ നിയമിക്കണ്ടേ? ഈ ഒരാളാണ് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫ് അല്ലെ. എന്ത് സംഭവം ഉണ്ടെങ്കിലും ആദ്യം തന്നെ ഈ സ്റ്റാഫ് വന്നിട്ട് വേണം ബാക്കി എല്ലാവരെയും ഏകോപിപ്പിക്കാനും എല്ലാ കാര്യങ്ങളും പറയാനും അല്ലെ. ഈ ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് കമാൻഡ് അല്ലെങ്കിൽ ജനറൽ സ്റ്റാഫ് ആണ്. ഇൻസിഡന്റ് സ്റ്റാഫ് ആരാ? കമാൻഡ് അല്ലെങ്കിൽ ഇൻസിഡന്റ് സ്റ്റാഫ്. കമാൻഡും ജനറൽ സ്റ്റാഫും അടങ്ങുന്നതാണ് ആര്? ഇൻസിഡന്റ് സ്റ്റാഫ്. അതിന് പിന്നെന്താ, അവര് ടു പ്രൊവൈഡിങ്, അവരെന്താ പ്രൊവൈഡ് ചെയ്യണേ? ദ ഹോസ്പിറ്റൽ IC വിത്ത് ഇനഫ് മാൻ പവർ ടു മീറ്റ് ഓൾ ഹിസ് ഹർ റെസ്പോൺസിബിലിറ്റീസ് ഇൻ കണ്ടക്ടിങ് ദ ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻ. എന്താ പറഞ്ഞേ? അവരെന്താ കണ്ടക്ട് ചെയ്യണേ? അവര് ഹോസ്പിറ്റലില് IC ഉണ്ട്. ആ ICയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാനായിട്ട് ആവശ്യമായ മനുഷ്യശക്തി കൊടുക്കാന്ന് വെച്ചാൽ എന്താ, മാൻ പവർ കൊടുക്കുക, അവർക്കൊരു വിൽ പവർ, ഒരു മോട്ടിവേഷൻ കൊടുക്കാം. എല്ലാത്തിനും കൂടി നിങ്ങൾ ഇപ്പൊ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചു. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ പേഷ്യന്റ് എവിടെ ആയിരിക്കും? ICUലായിരിക്കും, ക്രിട്ടിക്കൽ ആയിരിക്കൂലേ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന പേഷ്യന്റിന് നമ്മൾ ക്രിട്ടിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് നമ്മൾ കിടക്കുന്നത്. അങ്ങനെ കിടക്കുന്ന പേഷ്യന്റിന് നമ്മൾ ചെന്നിട്ട് അവരെ മീറ്റ് ചെയ്യാം. ടു മീറ്റ് ഓൾ ഹീസ്, എല്ലാവരെയും പോയി നമ്മൾ മീറ്റ് ചെയ്തിട്ട് അവർക്ക് നല്ലൊരു മെന്റൽ പവർ കൊടുക്കാം, മാൻ പവർ കൊടുക്കാം. എന്ന് വെച്ചാൽ എന്താ, നല്ല ധൈര്യം കൊടുക്കാം, നല്ല ശക്തി കൊടുക്കാം. അവരോട് നമ്മൾ സംസാരിച്ച് അവർക്കൊരു ശക്തി കൊടുക്കാം. അതെന്താക്കും? കണ്ടക്ടിങ് ദ ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻ. അവർക്കൊരു റിലീഫ് കിട്ടും അല്ലെ. ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടും? നല്ലൊരു റിലീഫ് കിട്ടും, ഒരു ആശ്വാസം കിട്ടും. ഇതവർ കേൾക്കുമ്പോ നമ്മൾ പോയി അവരെ മനസ്സ് വിഷമിപ്പിക്കാനല്ല, അവരെ മനസ്സിൽ പോയി നല്ല കൂളുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്കൊരു ഇത് കൊടുക്കുക. കാരണം അവരെല്ലാം നഷ്ടപ്പെട്ട ദുരന്തത്തിൽ കിടക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഒരു വാക്ക് കൊണ്ട് അവർക്കൊരു റിലീഫ് കൊടുക്കാൻ നമ്മൾ നോക്കണം. അതാണ് ഇൻസിഡന്റ് സ്റ്റാഫിന്റെ ഡ്യൂട്ടി. മനസ്സിലായ? ഈ ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് കമാൻഡ് അല്ലെങ്കിൽ ജനറൽ സ്റ്റാഫ് ആണ്. അവരുടെ ഡ്യൂട്ടിയാണ് അവർ പ്രൊവൈഡ് ചെയ്യണം. എന്താ പ്രൊവൈഡ് ചെയ്യണേ? മാൻ പവർ. എന്താ പ്രൊവൈഡ് ചെയ്യേണ്ടത്? മാൻ പവർ. നല്ല ശക്തി കൊടുക്കാനുള്ള ആ ഒരു മാൻ പവർ അവർക്ക് സംസാരത്തിലൂടെ അവർക്ക് നേടിക്കൊടുക്കണം. ഓൾ പേഷ്യൻസിന്, അവിടെ എമർജൻസി ഡിസാസ്റ്റർ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് അവര് മാൻ പവർ കൊടുക്കുക, അവരെ മീറ്റ് ചെയ്തിട്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ, സ്റ്റാഫ് കംപ്രൈസിംഗ് ദ 7 പൊസിഷൻ മോസ്റ്റ് ആഫ്റ്റർ മീഡിയം സൈസ്ഡ് ഡിസാസ്റ്റർ പ്ലാനിംഗ്, ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻസ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ലൈസൻസ്. എന്ന് വെച്ചാൽ എന്താ, ഒരിടത്തരം ദുരന്തം, വലിയ ദുരന്തമല്ല, വലിയ എമർജൻസി അടിയന്തരമായിട്ടില്ല, ഒരു സാധാരണ ഒരു ഇടത്തരം ദുരന്തത്തിന് ഏറ്റവും അനുയോജ്യമായ 7 സ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റാഫ് സാധാരണ നമ്മൾ ഉൾക്കൊള്ളണം. ഇതെന്താ പറയണേ? നമ്മള് ദുരന്തം വന്നു,
വന്നു കഴിഞ്ഞിട്ടല്ല, നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മൾ മുൻകൂട്ടി കണക്കാക്കണം ഇങ്ങനെ ഒരു ദുരന്തം വരും. അപ്പൊ നമ്മൾ ഇടത്തരം ദുരന്തം വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുൻകൂട്ടിയിട്ട് പ്ലാനിങ്, ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സുരക്ഷിതത്വം, അതിലുള്ള എല്ലാ ബന്ധവും നമ്മൾ ഉറപ്പിച്ച് വെക്കാം ഹോസ്പിറ്റലിൽ. മനസ്സിലായ? പബ്ലിക് റിലേഷനിൽ ഒരു മെമ്പർ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലീസളില്, പ്ലാനിങ്ങില്, ലോജിസ്റ്റിക്സിൽ, അങ്ങനെ ഓപ്പറേഷൻ ഭാഗത്തിലൊക്കെ നമ്മൾ ഏത് സമയത്തും ഇത് സംഭവിക്കാം, ചെറിയ ഒരു ഇത് സംഭവിക്കാം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് 7 സ്ഥാനങ്ങൾ, 7 പൊസിഷൻസ് മോസ്റ്റ് അപ് ടു മീഡിയം സൈസ് ഡിസാസ്റ്റർ, സാധാരണ ലെവലിൽ ഇങ്ങനെ ഒരു ദുരന്തം നടക്കും എന്ന് വിചാരിച്ചിട്ട് ഒരിടത്തരം ദുരന്തത്തിന്, സാധാരണ വലിയ ദുരന്തമല്ല, ഒരിടത്തരം ദുരന്തത്തിന് നടക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന് അനുയോജ്യമായ 7 സ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ 7 വ്യക്തികളെ നമ്മൾ ഇതിൽ നിന്ന് 7 വ്യക്തികളെ എന്ത് ചെയ്യണം? ഒരു ഇൻസിഡന്റ് സ്റ്റാഫായിട്ട്, ഇൻസിഡന്റ് സ്റ്റാഫ് നമ്മൾ പറഞ്ഞില്ലേ ഒരു മെയിൻ സ്റ്റാഫ് വേണമെന്ന്, അതിൽ 7 സ്ഥാനങ്ങൾ വഹിക്കുന്ന 7 സ്റ്റാഫിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് വെക്കാം. മനസ്സിലായി? എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഫസ്റ്റ് ഒരു ഇൻസിഡന്റ് സ്റ്റാഫ് ഉണ്ടാവും, അതിന് താഴെ 7 പൊസിഷൻസ് മോസ്റ്റ് അപ് ടു മീഡിയം സൈസ് ഡിസാസ്റ്റർ. സാധാരണ ലെവലിലാണെങ്കിൽ 7 സ്ഥാനങ്ങൾ വഹിക്കണം, അത് 7 സ്ഥാനങ്ങൾ വഹിക്കണം, 7 ആൾക്കാരെ നമ്മൾ കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. അതിലൊന്നും വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. പിന്നെ ഡിസാസ്റ്റർ സ്ട്രൈക്ക്. ഡിസാസ്റ്റർ സ്ട്രൈക്ക് എന്താ? ആക്ടിവിറ്റി ഇൻ ഹോസ്പിറ്റൽ ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ടു ഡിക്ലെയർ എ ഡോക്ടർ, മേജർ, സിഇഒ, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻ ഇംപ്ലിമെന്റ്സ് ദ ഡിസാസ്റ്റർ പ്ലാൻ, പോലീസ്, ഫയർ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഇൻഫോംഡ്. ഒന്നുമില്ല, എന്താ പറഞ്ഞ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, ഡിസാസ്റ്റർ സ്ട്രൈക്ക്, ഭയങ്കര ദുരന്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, ദുരന്തം ഉണ്ടാകുമ്പോൾ, എന്ന് പറഞ്ഞത് കൊണ്ട് എന്താ ഉണ്ടാകുമ്പോൾ, എന്ന് വെച്ചാൽ എപ്പോഴും അല്ലേ. അപ്പൊ നമ്മള് ഡിസാസ്റ്റർ സ്ട്രൈക്ക്, ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം? ഡോക്ടർ, മേജറായി ഡോക്ടർമാരുണ്ടാവും. അപ്പൊ മേജർ ഡോക്ടർ, സിഇഒ, മെഡിക്കൽ ഡയറക്ടർ, അവരൊക്കെ ആരാ? ഏറ്റവും വലിയ ബോർഡിലിരിക്കുന്നവരല്ലേ? ഹോസ്പിറ്റലിന്റെ തലപ്പത്തിരിക്കുന്നവരാണ്. മേജർ ഡോക്ടർ, സിഇഒ, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻ ഇംപ്ലിമെന്റ്, അവരൊക്കെ ആരാ? തലപ്പത്തിരിക്കുന്നവര്. ഇവരിൽ ആരെങ്കിലും പോയി ആദ്യം ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇൻഫോം ചെയ്യണം. ആരെ? പോലീസ് അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ? തീപിടുത്തൊക്കെ ഉണ്ടെങ്കിൽ, തീ അണക്കണമെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? എന്ത് കേസ് ഉണ്ടായാലും പോലീസിനെ അറിയിക്കണം. അപ്പൊ അതാരെ അറിയിക്കണ്ടേ? ആരെങ്കിലും അറിയിച്ചാൽ മതി. അതാണ് അവിടെ പോയിന്റ്. ആരെങ്കിലും അറിയിച്ചാൽ മതി. ദുരന്തം ഉണ്ടായി കഴിഞ്ഞാല് മേജർ ഡോക്ടർ അല്ലെങ്കിൽ സിഇഒ അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ അല്ലെങ്കിൽ ഈ അണ്ടർലൈൻ ചെയ്തിട്ടാ ഈ കാര്യങ്ങൾ. എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടത് ആരാണ്? ഇതിൽ ഇല്ലാത്ത ഒരാൾ തന്നിട്ട് ഇൻഫോം ചെയ്യേണ്ടത് ട്രൂ ഓ ഫാൾസോ എന്ന് ചോദിക്കും. അപ്പൊ ഇൻഫോം ചെയ്യേണ്ട ആൾക്കാരുടെ പേര് കറക്റ്റ് ഓർത്തിരിക്കുക. മേജർ ഡോക്ടർ, മേജർ, പിന്നെ സിഇഒ, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻ. കിട്ടി എല്ലാവർക്കും? അടയാളപ്പെടുത്തിയ? ഓക്കെ, ഞാൻ ഇമ്പോർട്ടന്റ് എടുത്ത് പറയണത് മാത്രം നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതി. അതാ വരും, ഉറപ്പാണ്. പിന്നെന്താ നെക്സ്റ്റ്? അതപ്പോ ഇൻഫോം ചെയ്യണം, അത്ര ഉള്ളവിടെ പറഞ്ഞത്. പിന്നെ ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ഡോക്ടർ മേജർ 3 times every 30 seconds ഫോർ പീരീഡ് ഓഫ്, എന്ന് വെച്ചാൽ എന്താ? ദുരന്തം നമ്മള് ഉണ്ടായി കഴിഞ്ഞു, പോലീസിനെ നമ്മുടെ അഗ്നിസേനയെ അറിയിച്ചു. അതിനുശേഷം ഓരോ 30 സെക്കൻഡും 3 തവണ ടെലിഫോൺ ഓപ്പറേറ്ററെ ആര് വിളിക്കണം? ഡോക്ടർ വിളിക്കണം. മേജറായ ഡോക്ടർ എത്ര പ്രാവശ്യം വിളിക്കണം? ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിടാം. ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ മേജർ ഡോക്ടറെ 3 times 3 പ്രാവശ്യം എവരി 30 seconds ഫോർ പീരീഡ് ഓഫ് 3 minutes 3 മിനിറ്റ് കൂടുമ്പോ 30 സെക്കൻഡിൽ ഇടക്കിടക്ക് 3 പ്രാവശ്യം വിളിക്കണം. ആരെ വിളിക്കണം? ഡോക്ടർ മേജർ അല്ലെ? അതും ഓർത്തിരിക്കാം. ഓരോ 30 സെക്കൻഡിലും 3 തവണ ടെലിഫോൺ ഓപ്പറേറ്റർ ഡോക്ടർ മേജറെ വിളിക്കണം. ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ചെയ്യണം ഡോക്ടറോട് 3 മണിക്കൂർ കൂടുമ്പോള് 3 പ്രാവശ്യം 30 സെക്കൻഡിൽ. അതാണ് അടയാളപ്പെടുത്താം. അതാരാരെന്ന് മാത്രം നോക്കിയാൽ മതി. ടെലിഫോൺ ഓപ്പറേറ്റർ ഡോക്ടറെ, സിഇഒയാണോ, മെഡിക്കൽ ഡയറക്ടറാണോ, നഴ്സിംഗ് ഡയറക്ടറാണോ? അല്ല, അവരൊക്കെ എന്താണ്? അവരൊക്കെയാണ് ഇൻഫോം ചെയ്യേണ്ട ആൾക്കാർ. ഒരാൾ ഇൻഫോം ചെയ്തില്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ഇൻഫോം ചെയ്താൽ മതി. പിന്നെ ഇത് പറഞ്ഞത് അനൗൺസ്, ഡോക്ടർ മേജറെ അനൗൺസ് ചെയ്യണം. മനസ്സിലായ? ടെലിഫോൺ ഓപ്പറേറ്റർ ആ ടൈം ഒക്കെ ഓർത്തിരിക്കുക, അത് അണ്ടർലൈൻ ചെയ്തിടാം. നെക്സ്റ്റ് പോയിന്റ്, ഫിസിഷ്യൻസ് ആൻഡ് അതർ സ്റ്റാഫ് ഹു ആർ ഓഫ് ഡ്യൂട്ടി ആർ റിക്കോൾഡ്. ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഇംപ്ലിമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ. എന്താ പറഞ്ഞേ?
ഡ്യൂട്ടിക്ക് പുറത്തുള്ള ഡോക്ടർമാര് മറ്റ് ജീവനക്കാരെയും തിരിച്ചു വിളിക്കണം. ഡ്യൂട്ടിക്ക് പുറത്ത് ചിലവർക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടാവില്ല. കാഷ്വാലിറ്റിയിലൊക്കെ ആണെങ്കിൽ എന്താ, നൈറ്റ് ഡ്യൂട്ടി മാത്രം എടുക്കുന്ന ഡോക്ടർമാരുണ്ടാവും. പകല് അവര് വീടുകളിലായിരിക്കും പകലൊക്കെ. മിക്ക ഡോക്ടർമാരും അങ്ങനെ ആയിരിക്കും. അപ്പൊ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത ഡോക്ടർ ആയാലും ഡ്യൂട്ടിയിൽ ഇല്ലാത്ത നഴ്സ് ആയാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാല് എല്ലാവരെയും പുറത്തുനിന്ന് വിളിക്കണം. ഓക്കെ, അത് എളുപ്പല്ലേ? പിന്നെന്താ, എല്ലാ വകുപ്പുകളും അതിന്റെ കറക്റ്റ് നടപടികൾ സ്ഥാപിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ, ഫിസിഷ്യൻ ആൻഡ് അതർ സ്റ്റാഫ് ഹു ആർ ഓഫ് ഡ്യൂട്ടി റിക്കോർഡ്. അവര് ഡ്യൂട്ടിയിൽ ഇല്ലെങ്കിൽ അവരെ തിരിച്ചു വിളിക്കുക. ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഇംപ്ലിമെന്റ് എസ്റ്റാബ്ലിഷ്ഡ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്ത് ചെയ്യണം, പുരോഗതി ഉണ്ടാവണം. പ്രൊസീജിയർ, അതിന്റെ നടപടിക്രമങ്ങൾ, ഡിസാസ്റ്റർ ഉണ്ടായതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി പെട്ടെന്ന് ഓരോ പുരോഗതി ഉണ്ടാവണം. Written instructions are given for managing important areas to medical staff and house officers by a design staff. എന്താ ഡിസൈൻ സ്റ്റാഫ് എന്ന് വെച്ചാൽ ആ സമയത്തുള്ള നിയുക്തമായിട്ട് ഏത് സ്റ്റാഫാണോ ഉള്ളത് ആ സ്റ്റാഫിന് എന്താ പറഞ്ഞത്, മെഡിക്കൽ സ്റ്റാഫ് പ്രധാനപ്പെട്ട മേഖലകൾ കൈകാര്യം ചെയ്യുന്നതിന് രേഖാമൂലമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. written instructions. എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കണേ? അണ്ടർലൈൻ ചെയ്യാം. written എഴുതിയിട്ടാണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞു ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ അല്ലേ? ഇപ്പൊ ഇവിടെ എന്താ പറയണേ? written instructions are given. ആർക്ക് കൊടുക്കണം? ഇമ്പോർട്ടന്റ് ഏരിയ, പ്രധാനപ്പെട്ട ഏരിയയിലോട്ട് എഴുതി കൊടുക്കണം. ടു എ മെഡിക്കൽ സ്റ്റാഫ്. ആരാ കൊടുക്കണ്ടേ? മെഡിക്കൽ സ്റ്റാഫ്. കൂടാതെ പിന്നെന്താ, ഹൗസ് ഓഫീസേഴ്സ് ബൈ ഡിസൈൻ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് പിന്നെ ഹൗസ് ഓഫീസേഴ്സ്. അവിടെ പ്രധാനപ്പെട്ട മെഡിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫിന് ആ സമയത്ത് തിരക്കാണെങ്കിൽ ഹൗസ് ഓഫീസേഴ്സ് ഡിസൈനായിട്ട് അതിന് നിയുക്തപ്പെട്ട അതിന്റെ പ്രധാനപ്പെട്ട ഏത് സ്റ്റാഫാണോ അവർക്ക് വേണമെങ്കിൽ ഈ written എഴുതി തയ്യാറാക്കാം. written ഇൻസ്ട്രക്ഷൻ എഴുതി കൊടുക്കാം മറ്റു ഏരിയയിലോട്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ ടു ഡിസാസ്റ്റർ ചീഫ്. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ്, പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിസാസ്റ്റർ ചീഫിന് കൊടുക്കണം. ചീഫ് ഓഫ് എമർജൻസി റൂം, അത് അല്ലെങ്കിൽ എമർജൻസി റൂമില്, ട്രയാഗ് ഏരിയയില്, എമർജൻസി വെയിറ്റിംഗ് റൂം, സ്റ്റാഫ് ഹോൾഡിംഗ് റൂം, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് ഏരിയ, റിലേറ്റീവ് വെയിറ്റിംഗ് റൂം, അഡ്മിറ്റിംഗ് ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് ബ്ലഡ് ബാങ്ക്, അങ്ങനെ CSSD, ചീഫ് ആർ സൈൻഡ് കീ ഏരിയസ്, അങ്ങനെയുള്ള ഏരിയയിലോട്ട് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, അതിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത് ആരാ? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ആളെ ഓർത്തിരിക്കാം. മെഡിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഹൗസ് ഓഫീസേഴ്സ്. അതിന്റെ നിയുക്തമായ ഡിസൈൻ സ്റ്റാഫ്. ഡിസൈൻ സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞു. ഇതിന്റെ മേൽനോട്ടം വഹിക്കാനുള്ള ആൾക്കാര് ഡോക്ടർ മേജർ, CEO, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ നമ്മൾ പഠിച്ചു. അവര് തന്നെ വേണം ഇത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ. പക്ഷെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ആർക്കൊക്കെയാണെന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്ത് വായിച്ചു നോക്കിയാൽ മതി. ആർക്കൊക്കെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്? ചീഫ് ഓഫ് എമർജൻസി, ചീഫ് ഓഫ് വെയിറ്റിംഗ്, സ്റ്റാഫ് ഹോൾഡിംഗ്, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് വെയിറ്റിംഗ് റൂം. അവിടെ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ നടക്കും, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ എല്ലാവരും അതായിട്ട് ജാഗ്രതയായിട്ട് ഇരിക്കണം എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഇന്ന സ്ഥലത്തൊക്കെ കൊടുക്കാം. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താ, സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽ കൺട്രോൾ ഓഫ് ദ ട്രാഫിക് ട്രയാഡ് ഇനിഷ്യേറ്റ് നെക്സ്റ്റ് ടു ആംബുലൻസ് എൻട്രൻസ്. എന്താ വെച്ചാൽ എന്താ, സെക്യൂരിറ്റിയും സപ്പോർട്ട് ജീവനക്കാരും. സപ്പോർട്ട് ജീവനക്കാരെന്ന് വെച്ചാൽ എന്താ, അറ്റൻഡർമാര്, പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റിമാര്, ഇവരൊക്കെ പെടും. സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ കൺട്രോൾ സപ്പോർട്ട് ചെയ്യണം. ആ സ്റ്റാഫും കൺട്രോൾ ദ ട്രാഫിക് ട്രയാഡ് ഇനിഷ്യേറ്റ് നെക്സ്റ്റ് ടു ആംബുലൻസ് എന്ന് വെച്ചാൽ എന്താ, ട്രാഫിക് നിയന്ത്രിക്കുന്നത് എവിടെ ആയിരിക്കണം? നമ്മൾ എന്തെങ്കിലും ഈ സെക്യൂരിറ്റി ഇരിക്കുന്നത് നമ്മളെ മിക്ക ഹോസ്പിറ്റലിലും കണ്ടിട്ടുണ്ടാവും അല്ലെ? സെക്യൂരിറ്റി ഇരിക്കുന്നത് ട്രാഫിക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാനായിട്ട്. ഇപ്പൊ വണ്ടിക്ക് ഇടിച്ച് ആക്സിഡന്റ് ആയിട്ട് വന്ന ഒരുപാട് വണ്ടി ഹോസ്പിറ്റലിലോട്ട് വരും. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യണം സെക്യൂരിറ്റിയും, പിന്നെ അതിനോട് ബന്ധപ്പെട്ട സ്റ്റാഫും കൺട്രോൾ ചെയ്യണം. ട്രയാഗ് ഇൻസ്ട്രക്ഷൻസ് അതൊക്കെ എന്താ നോക്കാം. ഡു നോട്ട് അലൗ കാഷ്വാലിറ്റി ടു പൈൽ അപ്പ് എന്ന് വെച്ചാൽ എന്താ, കാര്യകാരണങ്ങൾ കുന്നുകൂടാൻ അനുവദിക്കരുത് എന്ന് വെച്ചാല്. കുന്നുകൂടാൻ അനുവദിക്കുന്ന വെച്ചാല് കാഷ്വാലിറ്റിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് അതിനെ വീണ്ടും പറഞ്ഞു പ്രശ്നങ്ങൾ, നമ്മുടെ ഡിസാസ്റ്ററിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവിടെ അത് വീണ്ടും പറഞ്ഞ് അവിടെ ഇങ്ങനെ കൂടുതൽ പറയിപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത് കാര്യങ്ങള്. പിന്നെ ഷോർട്ട് പേഷ്യൻസ് റാപ്പിഡ്ലി, പേഷ്യന്റിന്റെ രോഗത്തിൽ പെട്ടെന്ന് പേഷ്യന്റിനോട് നമ്മൾ അടുക്കണം. എന്ത് പേഷ്യന്റ് ആയാലും അവരോട് നമ്മൾ ഒരു മെന്റലി
ഒരു അടുപ്പുണ്ടല്ലോ. സാധാരണ പോലെയല്ല, നമ്മൾ അവരോട് പെട്ടെന്ന് പേഷ്യൻസും ഒരു നഴ്സും അല്ലെങ്കിൽ ഒരു ഡോക്ടറും തമ്മിൽ, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തമ്മിൽ ഒരു ചെറിയൊരു റിലേഷൻ ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. എന്നാലും എല്ലാ കാര്യത്തിലും പേഷ്യൻസിനായാലും നമ്മൾ കൊടുക്കാൻ മെഡിസിൻ റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പിന് ഇവരെ നമ്മൾ വേണം. അപ്പൊ അവരായിട്ട് ഒരു നല്ലൊരു ഡീലില് സ്പോട്ട് പേഷ്യൻസ് റാപ്പിഡ്ലി, ആ സ്പോട്ടിൽ തന്നെ പേഷ്യന്റിനോട് നമ്മൾ നല്ല രീതിയിൽ എടുക്കാം. എടുത്തടിച്ച പോലെ അവർക്ക് അവര് വേദന കൊണ്ട് നഷ്ടപ്പെട്ട് ഒരുപാട് വിഷമത്തിൽ വരുമ്പോൾ നമ്മൾ അതേ മൈൻഡോടുകൂടി അവരോട് സമീപിക്കാം. ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി, അവരെ ഉചിതമായിട്ട് ടാഗ് ചെയ്യാം. അവരെ നമ്മള് അവർക്ക് യോജിച്ച രീതിയിൽ വേണം അവരെ ടാഗ് ചെയ്യാനായിട്ട്, അവരെ ഇങ്ങനെ നല്ല രീതിയിൽ. ഓക്കെ, പിന്നെന്താ റഫ് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയ. എന്താ ട്രീറ്റ്മെന്റ്, നല്ല ഉചിതമായ ഒരു ട്രീറ്റ്മെന്റിന്റെ റൂട്ട് കൊടുക്കാം. റൂട്ട്, ആ ട്രീറ്റ്മെന്റ് കൊടുക്കണ വഴി ഇങ്ങനെ ആയിരിക്കണം, നല്ല വഴിയില്. നല്ല വഴി എന്ന് വെച്ചാൽ എന്താ, നല്ല രീതിയിൽ വേണം കൊടുക്കാൻ ട്രീറ്റ്മെന്റ്. നമ്മൾ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വേണം ട്രീറ്റ്മെന്റ് കൊടുക്കാൻ. അതൊക്കെ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അതിനൊന്നും വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. പിന്നെ ട്രീറ്റ്മെന്റ് ഏരിയ, നമ്മൾ പേഷ്യന്റിന് ആക്സിഡന്റ് ഒക്കെ വന്നു, ഡിസാസ്റ്റർ ഒക്കെ വന്നു, പേഷ്യന്റിനെ നമ്മൾ വാർഡിലോട്ട് അഡ്മിറ്റ് ചെയ്തു, ഇനി അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ആ ട്രീറ്റ്മെന്റ് ഏരിയയിൽ എന്താ പറയണേ? എല്ലാവരും ഇവിടെ ഇല്ലേ? ഇല്ല എല്ലാരും? ഓക്കെ, ഇത്തിരി സ്പീഡിൽ പോണത് നമ്മളെ പോർഷൻസ് എടുത്ത് തീരുന്നില്ല, അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നുണ്ടല്ലോ, അത് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ആ തരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ ആരും ഇടില്ല, മറ്റേതിലൊന്നും ഇമ്പോർട്ടന്റ് ഇല്ല, അതാണ് ഓടിച്ചു വിടുന്നത്. നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തരും, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും തരും. ഞാൻ പഠിപ്പിച്ച പാഠത്തിലെ ഏത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ പോർഷൻസ് ഒക്കെ തീർന്നു കഴിയുമ്പോൾ ഞാൻ തരാം. ഓക്കെ, നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. അതില് എങ്ങനെ വന്നാലും ഒരുവിധ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാവും. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്ത് തരാം. അപ്പൊ നമുക്ക് വേഗം എടുത്ത് പോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ, എടുക്കട്ടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഏരിയ. ഓക്കെ ട്രീറ്റ്മെന്റ് ഏരിയ നോക്കാം. എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ. ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ ചികിത്സിക്കുക, പേഷ്യന്റിന് ഇതൊക്കെ കഴിഞ്ഞു, ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞു, നമ്മൾ പേഷ്യന്റ് ചികിത്സിക്കുകയാണ്. അങ്ങനെ ട്രീറ്റ്മെന്റ് ഏരിയയിൽ എമർജൻസി റൂം, ഭയങ്കര അത്യാഹിതമായ റൂമില് ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ. അങ്ങനെ എമർജൻസി റൂമിൽ എങ്ങനെ എനിക്ക് പേഷ്യന്റ് കിടക്കാം? ലൈഫ് ത്രെട്ടനിങ് ഹെമറേജ്, എന്താ ജീവന് ഭീഷണിയായിട്ട്, അവരുടെ ജീവൻ ഇന്ന് കിട്ടോ, ജീവൻ രക്ഷപ്പെടോ, എമർജൻസി കേസ് അല്ലേ, അപ്പൊ അങ്ങനെ കിടക്കും. പിന്നെ ഹെമറേജ്, രക്തസ്രാവം, ചിലർക്ക് ഭയങ്കര ബ്ലീഡിംഗ് ആയിരിക്കും അല്ലെ. ബ്ലീഡിംഗ് ആണെങ്കിൽ പേഷ്യന്റിന് ഭയങ്കര ഓപ്പറേഷൻ വേണം, അങ്ങനെ ഭയങ്കര അങ്ങനത്തെ ഉള്ള ഒരു എമർജൻസി ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ. അവിടെ ഭയങ്കര എന്ത് കണ്ടീഷൻസ് എപ്പോഴും വേണമെങ്കിലും മാറാം, ജീവൻ തന്നെ അടക്കം. അതാണ് ട്രീറ്റ്മെന്റ് ഏരിയ. എമർജൻസി റൂമില് ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷനിൽ കിടക്കുന്നത് ത്രെട്ടനിങ് ഹെമറേജ്, സാധാരണ ജീവന് ഭീഷണിയുള്ള പേഷ്യന്റും രക്തസ്രാവം വന്ന പേഷ്യന്റും. അതാണ്ടല്ലേ എമർജൻസി റൂം ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷനിൽ കിടക്കുന്ന പേഷ്യന്റ് ഇടയ്ക്കെന്ന് വേണമെങ്കിൽ ചോദിക്കും, നിങ്ങൾ അത് വെറുതെ ടിക്കറ്റ് വെക്കാം. ലൈഫ് ത്രെട്ടനിങ് ഹെമറേജ് അത് എമർജൻസി റൂമിലാണ്. സർജറിയിൽ എന്താ? സർജറി എങ്ങനെ തന്നെ സീരിയസ് കാഷ്വാലിറ്റി ഭയങ്കര സീരിയസ് ആയിട്ട്. ചെസ്റ്റ് അബ്ഡോമിനൽ ട്രോമ എന്ന് വെച്ചാൽ എന്താ? നെഞ്ച് വയറിൽ നമ്മുടെ അബ്ഡോമിനൽ എന്ന് വെച്ചാൽ എന്താ? ചെസ്റ്റിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ചെസ്റ്റിൽ എന്തെങ്കിലും നെഞ്ചുവേദന വന്നാലുണ്ടാവും. പിന്നെ അബ്ഡോമിനൽ ട്രോമ എന്ന് വെച്ചാൽ ആഘാതം, ട്രോമ എന്ന് വെച്ചാൽ എന്താ? ബ്ലോക്ക്, അങ്ങനത്തെ ഒക്കെ. അപ്പൊ വയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാല് ഓപ്പൺ ഫ്രാക്ചേഴ്സ് എന്തല്ല? തുറന്ന ഒടിവുകൾ. ഇപ്പൊ കത്തിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കത്തിക്കൊക്കെ വെക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കും? ഓപ്പൺ ആയിട്ട് ആ മുറിവ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വന്നത്, അങ്ങനെയൊക്കെ വന്നെങ്കിൽ എന്താ? സർജറി വേണം, സ്റ്റിച്ച് ഇടണം, അതിന് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകണം. അപ്പൊ അതൊക്കെ സർജറി വേണ്ട കേസാ അല്ലെ. ഇപ്പൊ വണ്ടി ഇടിച്ചിട്ട് ഒരാള് വണ്ടിയൊക്കെ ഇടിക്കുമ്പോ നമ്മൾക്കറിയാം വണ്ടിയുടെ ഉള്ളിൽ നിന്നൊക്കെ പൊളിച്ചെടുക്കണതും തുറന്നെടുക്കണതൊക്കെ അപ്പൊ അവർക്ക് സർജറി ഓപ്പറേഷന്റെ ഒക്കെ കാര്യം വരും. ജീവന് അവര് മരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്രയും വേഗം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റും, അവരുടെ ജീവനാണ് നമ്മൾ നോക്കണേ. അപ്പൊ അങ്ങനത്തെ ഉള്ള കേസ് വന്നതാണ് സർജറി, സീരിയസ് കാഷ്വാലിറ്റിയില്. പിന്നെ അബ്ഡോമിനൽ ട്രോമ, പിന്നെ നെഞ്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, പിന്നെ ഓപ്പൺ ഫ്രാക്ചർ, തുറന്ന മുറിവുകൾ ഉണ്ടെങ്കിൽ, പിന്നെ ഡെലിവറി സ്യൂട്ട്. ഡെലിവറി തന്നെ നമുക്കറിയാം, വുമൺ ഇൻ ലേബർ, എന്താ? പ്രസവിക്കുന്ന സ്ത്രീകള്. പിന്നെ കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ഇത് സാധാരണ കാര്യങ്ങളെല്ലാം നമ്മൾ പറയണത് ഡിസാസ്റ്ററിന്റെ ആണ്. ട്രീറ്റ്മെന്റ് ഏരിയ ഡിസാസ്റ്റർ, ദുരന്തം സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ പോർഷൻസ് വിട്ടുപോകരുത്. ഡിസാസ്റ്റർ സമയത്ത് ട്രീറ്റ്മെന്റ് ഏരിയയില് എന്തെങ്കിലും വെച്ചിൽ ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആയ ഒരു ലേഡി ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകും. അപ്പൊ കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, പിന്നെ ട്രോമാറ്റിസൈഡ് പ്രഗ്നന്റ് വുമൺ എന്ന് വെച്ചാൽ എന്താ? അവർക്ക് എന്തെങ്കിലും ട്രോമാറ്റഡ് എന്ന് വെച്ചാല് എന്താ? ട്രോമാറ്റഡ് അവർക്ക് കുട്ടി പുറത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും.
ആഘാതങ്ങൾ, ചിലപ്പോ അങ്ങോട്ട് തിരിഞ്ഞു പോയി ഇങ്ങോട്ട് തിരിഞ്ഞു പോയി, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഡെലിവറി സ്യൂട്ട് എന്ന് പറയുമ്പോൾ വുമൺ ഓർക്കാം. വുമൺ ഇൻ ലേബർ, പിന്നെന്താ കംപ്ലൈൻസ്, പ്രഗ്നൻസിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരാം, ട്രോമാറ്റിക് ആയിട്ട് പ്രഗ്നന്റ് വുമണിന് എന്തെങ്കിലുമൊക്കെ ആഘാതം വന്നത്. പിന്നെ ഐസിയുൽ എന്താ, നമ്മൾ ഐസിയുൽ കിടക്കുന്ന പേഷ്യന്റ് ഒക്കെ മെഡിക്കൽ എമർജൻസി അത്യാഹിതമുള്ള പേഷ്യന്റ്സിന് ഐസിയുൽ കിടത്തുള്ളൂ. പിന്നെ ഒ പി ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ആ ഒ പി ഡി ഏരിയയില് എന്താ, നമ്മൾ ഒ പി ഡി ഏരിയയില് അൾസാവിജബിൾ കേസ് എന്ന് വെച്ചാൽ എന്താ, രക്ഷിക്കാനാവാത്ത കേസുകൾ ഉണ്ടാവും ഒ പി. അപ്പൊ അങ്ങനത്തെ ഉള്ള കേസുകൾ വരും ഒ പി ഡിപ്പാർട്ട്മെന്റിലുള്ള ആ ഏരിയയില്. അവിടെ പേഷ്യൻസ് നിൽപ്പുണ്ടാവും. അൺസാവിജബിൾ കേസസ് എന്ന് വെച്ചാൽ പേഷ്യന്റ് നമുക്ക് പരമാവധി നമ്മൾ ശ്രമിക്കും, പക്ഷെ നമുക്കത് രക്ഷിക്കാൻ പറ്റണം നമുക്ക് പറയാൻ പറ്റൂല. അവിടെ നിന്ന് ചിലപ്പോ വണ്ടി ഇടിച്ചപ്പോ തന്നെ പേഷ്യന്റ് മരിച്ചിട്ടുണ്ടാവും. ഒരു വണ്ടിയിൽ 30-40 ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരുപാട് കിടത്തിയിരിക്കണം. ആ സമയത്തൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള കേസുകൾ നമ്മൾ ഒ പി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി അല്ലെ. എമർജൻസി കാഷ്വാലിറ്റിയില് നമ്മൾ നോക്കി, പക്ഷെ രക്ഷിക്കാൻ പറ്റാത്തവരൊക്കെ നമ്മൾ ഔട്ട് പേഷ്യന്റ് ഏരിയയില്, അതാണ് അൾസാവിജബിൾ കേസസ് എന്ന് പറഞ്ഞാൽ. പിന്നെ റേഡിയോളജി ഫാക്ടേഴ്സ് ഓർ ഓർത്തോപീഡിക് കാൻഡിഡേറ്റ് എന്ന് വെച്ചാൽ എന്താ, റേഡിയോളജി എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ റേഡിയോളജി ഫാക്ടർ, നമ്മള് അവർക്ക് എല്ലൊടിയ, കൈയൊടിയ, കാലൊടിയ, അങ്ങനത്തെ ഉള്ള കേസ് വരും. പിന്നെ എമർജൻസി റൂമില് ഭയങ്കര ഒരു അത്യാഹിത റൂമുണ്ട്. ആ റൂമിൽ നമ്മുടെ മൈനർ ഇഞ്ചുറി, ചെറിയ മുറിവുണ്ട്, ആംബുലേറ്ററി പേഷ്യൻസ്, സാധാരണ ലെവലില് എന്തെങ്കിലും ചെറുതാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. എമർജൻസി റൂം എന്നുള്ളൂ. എമർജൻസി റൂം എന്ന് പറയുന്നത് നമ്മുടെ ഏതാ, കാഷ്വാലിറ്റി. എമർജൻസി റൂം ഏതാ, കാഷ്വാലിറ്റി അല്ലേ. നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കാണോന്ന് അറിയില്ല. എമർജൻസി റൂം കാഷ്വാലിറ്റിയാണ്. അപ്പൊ കാഷ്വാലിറ്റിയിൽ വന്ന പേഷ്യന്റ് ചെറിയ മുറിവൊക്കെ ഡ്രസ് ചെയ്താൽ മാറും. അപ്പൊ മൈനർ ഇഞ്ചുറി. പിന്നെ ആംബുലേറ്ററി പേഷ്യൻസ്, അവിടെ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി അങ്ങനെയൊക്കെ ആണെങ്കിൽ അതും ചെറുതായിട്ട് ആ കാഷ്വാലിറ്റിയിൽ ഒന്ന് ഡ്രസ് ചെയ്താൽ മതി. പിന്നെ സൈക്യാട്രിക് എന്ന് വെച്ചാല് അവർക്ക് ഈ ആക്സിഡന്റ് ഒക്കെ വന്നപ്പോ ചിലവരുടെ മെമ്മറി, അവർക്ക് ആഘാതം, തലക്കേറ്റ ആഘാതം കൊണ്ട് അവർക്ക് എന്താ ഹിസ്റ്റീരിയ, പിന്നെ ബിഹേവിയർ എമർജൻസീസ്, അവരെ പെരുമാറ്റങ്ങൾ മാറി അവരെ ബിഹേവിയർ എന്താ, അവരെ എമർജൻസി അടിയന്തരമായ ആ സമയത്ത് അവർക്ക് പെരുമാറ്റം നമ്മൾ പെട്ടെന്ന് ഷോക്കായി പോകും അല്ലെ. നമ്മൾ പെട്ടെന്ന് ഷോക്കായി അവർ അതുവരെ നോർമൽ ആയിരിക്കും. ഈ ഒരു കേസിന്റെ ആ ബസ്സിലുണ്ടായി അവർക്കൊന്നും പറ്റിയില്ല, പക്ഷെ അവരെ ഇതൊക്കെ കണ്ട ആഘാതം കൊണ്ട് അവരെ മെമ്മറി എന്തായി, ഒന്ന് മറിഞ്ഞു തിരിഞ്ഞു പോയി. അപ്പൊ മറിഞ്ഞു തിരിഞ്ഞു പോകുമ്പോ അവരെന്താ പെരുമാറുന്നത്, ബിഹേവിയർ എമർജൻസീസ്, അവർ ആ ഒരു എമർജൻസി കണ്ടീഷനിൽ പെരുമാറുന്ന രീതിയൊക്കെ കാണുമ്പോൾ നമുക്കും ഇതാവും. അപ്പൊ അതിന്റെ സൈക്യാട്രി, പിന്നെ ഹിസ്റ്റീരിയ, അങ്ങനത്തെ സംഭവം. പിന്നെ മെഡിറ്റേഷൻ റൂം ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. മെഡിറ്റേഷൻ റൂം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, മൈൻഡിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വന്ന പേഷ്യന്റ് നമ്മൾ മെഡിറ്റേഷൻ കൊടുക്കും. അവർക്ക് യോഗ, മെഡിറ്റേഷൻ, ചിലവര് മെഡിറ്റേഷൻ ഇമോഷണലി അവർ ഭയങ്കര വിഷമിച്ചിരിക്കുകയല്ല, കാരണം അവരെ വേണ്ടപ്പെട്ടവര്, അവർക്ക് മക്കള്, ഹസ്ബൻഡ്സ്, അങ്ങനെയൊക്കെ ഉള്ളവർക്കായിരിക്കും ഈ അത്യാഹിതം വന്നേക്കണം. അപ്പൊ അവര് ഇമോഷണലി അവർ ഡിസ്റ്റർബ് ആണ്. അപ്പൊ ആ സമയത്ത് അവർക്ക് നമ്മളൊരു മെഡിറ്റേഷൻ കൊടുക്കാം. അതിനൊരു മെഡിറ്റേഷൻ റൂം നമ്മൾ അറേഞ്ച് ചെയ്യാം. പിന്നെ സെമിനാർ റൂം, അൺഇഞ്ചോർഡ് ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ്, റിലേറ്റീവ്സ്, ഡെഫിനിറ്റീവ് കെയർ, ഇനിഷ്യേറ്റീവ് ആസ് സൂൺ ആസ് പോസിബിൾ അല്ല ചലന്താ. അതെന്ന് വെച്ചാൽ സെമിനാർ റൂം നമ്മൾ എന്തെങ്കിലും ഇതുപോലെ തന്നെ മുറിവായി വന്നവര്, റിലേറ്റീവ്സിന് ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യന്റ്, ഇപ്പൊ ആക്സിഡന്റ് കഴിഞ്ഞു ഒരു പേഷ്യന്റിനെ അവിടെ കിടത്തി നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് കുഴപ്പമില്ല. അപ്പൊ ആ പേഷ്യന്റ് നമ്മൾ ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ അവര് നമ്മൾ നല്ലൊരു കാര്യത്തിൽ അവർക്കൊരു സെമിനാർ പോലെ ഇരുത്തിയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇതിങ്ങനെ സംഭവിച്ചു, ഇനി നിങ്ങൾ കുഴപ്പമില്ല, ദൈവത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവർക്കൊരു മോട്ടിവേഷൻ പോലെ കൊടുക്കുക. അത് തന്നെയാണ് സെമിനാർ റൂം. പിന്നെ ഡെഫിനിറ്റീവ് കെയർ, ഇനിഷ്യേറ്റീവ് ആസ് സൂൺ ആസ് പോസിബിൾ, ആ കൃത്യമായ പരിചരണം നമ്മൾ ആ സമയത്ത്, ഏത് സമയത്താണോ പേഷ്യന്റിന് ഇങ്ങനെ വരുന്നത് ആ സമയത്ത് നമ്മൾ ഡെഫിനിറ്റീവ് കെയർ, കൃത്യമായ ഒരു പരിചരണം കൊടുക്കണം. ഡാറ്റ റിസീവ്ഡ് റെക്കോർഡ് ആൻഡ് ഡയറക്ട് ടു ബിസിനസ് ഓഫീസ്, സബ്മിറ്റിംഗ് ഓഫീസ് ആൻഡ് പബ്ലിക് റിലേഷൻ ഓഫീസർ, കോർഡിനേറ്റിംഗ് ആൻഡ് റിലീസ്. എന്താ, നമ്മൾ ആ സമയത്ത് ഡാറ്റ സ്വീകരിക്കുകയും റെക്കോർഡ് ചെയ്യുകയും നേരിട്ട് പേഷ്യന്റിന്റെ കാര്യങ്ങൾ, പേഷ്യന്റ് ഇങ്ങനെ വന്നാലും നമ്മളപ്പോ ഓരോ പേഷ്യന്റ് എന്ത് ആക്സിഡന്റ് നടന്നാലും അവിടെ ഒരു 100 പേഷ്യന്റ് ബസ് പറഞ്ഞു വന്നാലും ആ 100 പേഷ്യന്റിന് നമ്മൾ ഫയൽ എടുക്കും ഇല്ലേ. ഓരോ പേഷ്യന്റ് നമ്മൾ ആ സമയത്ത് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്ത് ഫയൽ എടുത്തില്ല. ആ സമയത്ത് എമർജൻസി കണ്ടീഷനാണ്, നമുക്ക് പോയി ഇവരെ പേര് ചോദിക്കാനൊന്നും പറ്റില്ല. എല്ലാം കഴിഞ്ഞ് നോർമൽ ആയി കഴിഞ്ഞാൽ നമ്മൾ അവരെ ഡാറ്റ റിസീവ് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഡയറക്റ്റ് ബിസിനസ് ഓഫീസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കറക്റ്റ് അവരുടെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ എന്താ, പബ്ലിക് റിലേഷൻ ഓഫീസ്, കോർഡിനേറ്റ് റിലീസ്, എല്ലാ കാര്യങ്ങളും പബ്ലിക് റിലേഷൻ, ഇവരെ കാര്യങ്ങൾ പബ്ലിക് റിലേഷൻ വേണം. ഇത് ആക്സിഡന്റ് കേസ് അല്ലേ, കേസ് ആവുമ്പോൾ നമുക്ക് പബ്ലിക്കിന്റെ പുറത്തുനിന്നുള്ളവരെ ഈ ഒരു ഇതെല്ലാ കാര്യങ്ങളും വേണം. അപ്പൊ അതൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഇവർ കാര്യങ്ങൾ അറിയാം. എല്ലാം കഴിഞ്ഞൊന്നും ഒരു
ആ ഒരു ദുരന്തഘട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ ഫയലിൽ. പിന്നെന്താ പറഞ്ഞേ, പേഷ്യൻസ് ഹു ആർ ഡിസ്ചാർജ് ആർ ഡയറക്റ്റഡ് ടു അഡ്മിറ്റ് ഇൻ ഡിസ്ചാർജ് ഓഫീസ്. പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് നേരിട്ട് ഒന്നെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫീസിൽ കൊണ്ടുപോയി ഡിസ്ചാർജ് ഓഫീസിൽ അഡ്മിറ്റ് ചെയ്യുക. എന്താന്ന് വെച്ചാൽ പേഷ്യന്റിന് നേരിട്ട് നമ്മൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റണം പേഷ്യന്റിനെ. അപ്പൊ കുഴപ്പമില്ലാത്ത പേഷ്യന്റിനൊക്കെ നേരിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുക, അപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്യുക. നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാം. അല്ലാത്ത പേഷ്യന്റിനെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഡിസാസ്റ്റർ ചീഫ് മെഡിക്കൽ ഡയറക്ടർ, മെഡിക്കൽ നഴ്സിംഗ്, സിഇഒ, ഓതറൈസർ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ്. ഡിസാസ്റ്റർ ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇവരൊക്കെ വന്ന് നമ്മുടെ ഡയറക്ടർ ബോഡിയിൽ വലിയ വലിയ ആൾക്കാർ ഇരിപ്പുണ്ട്. സിഇഒ, മെഡിക്കൽ ഡയറക്ടർ, ഡയറക്ടർ നഴ്സിംഗ്, ഇവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, മുകളിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ദുരന്തം താഴെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അവരവിടെ തന്നെ ഇരിക്കാൻ പാടില്ല. അവര് വരാം, എല്ലാവരും വന്ന് ക്ലിയർ ചെയ്ത് അവർ അനൗൺസ് ചെയ്ത് ഇവരോടൊക്കെ പറയാം, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാതെ നടക്കും. ചിലവര് തീരെ കഴിവില്ല, ഒരുപാട് ബില്ലൊക്കെ വരും, ഓപ്പറേഷൻസ് ഒക്കെ വരും. അപ്പൊ അവർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ, നിങ്ങളുടെ ബില്ലിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും മോളിൽ നിന്ന് വന്ന് വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. സിഇഒ ആയാലും മെഡിക്കൽ ഡയറക്ടർ, ഡയറക്ടർ നഴ്സിംഗ്, അവരെ ആ മെയിൻ ചീഫുമാർ വന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ഇനി ലാസ്റ്റ് ഒരു പാരഗ്രാഫും കൂടി ഉണ്ട്, അത് വെറുതെ വായിച്ചൊന്ന് പറഞ്ഞുതരാം. Disaster deactivation, demobilization phase. Declaring the disaster to be over, the decision to declare it, deactive the hospital emergency plan should be taken after exact evaluation of the situation by the incident commander and the other hospital administrators. The deactivation should not be too early, premature, or too late. It is very difficult to deactivate the emergency plan once it has been declared over because staff tiredness starts, which is difficult to overcome. എന്താ പറഞ്ഞേ, ദുരന്തം നമ്മളെല്ലാം കഴിഞ്ഞു, ഈ ഡിസാസ്റ്റർ ഒക്കെ കഴിഞ്ഞു, ദുരന്തം അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കുക, നമ്മളെല്ലാം കഴിഞ്ഞു. ആ സമയത്ത് സംഭവ സമയത്ത് അവിടെ കമാൻഡ് മറ്റു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് കൃത്യമായിട്ട് വിലയിരുത്തിയാണ്. ഇത്രയും കമാൻഡർമാരും അവിടെ എല്ലാവരും വന്ന് അതിനെ കുറിച്ച് വിലയിരുത്തുക. ഡിസാസ്റ്റർ ദുരന്തമൊക്കെ കഴിഞ്ഞു, പേഷ്യൻസ് എല്ലാം കഴിഞ്ഞു, നമ്മളെല്ലാം കഴിഞ്ഞ് അവരെ വിട്ടു. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തിയ ശേഷം ഹോസ്പിറ്റലിൽ എമർജൻസി പ്ലാൻ അവിടെ എടുക്കണം. ആ സമയത്ത് അവിടെ എമർജൻസി പ്ലാൻ നമ്മൾ എടുത്തു, പെട്ടെന്ന് എടുത്തതാണ് ആ സമയത്തുള്ള പ്ലാൻ. ആ പ്ലാനൊക്കെ നമ്മൾ കറക്റ്റ് ആ സമയത്ത് നിർജീവമാക്കിയിട്ട് എന്ത് ചെയ്യണം, അതിനൊരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ നിർജീവമാക്കാൻ വളരെ നേരത്തെ എന്ന് വെച്ചാല് പ്രിമേച്ചർ കാലത്തിൽ ടു ഏർലി, ടു ഷുഡ് നോട്ട് ബി ടു ഏർലി, ഡീആക്ടിവേഷൻ ചെയ്യും. ഈ പ്ലാനിങ് ഒക്കെ നമ്മൾ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ്, താൽക്കാലികമായിട്ടാണ് നമ്മൾ എല്ലാ പ്ലാനും ചെയ്തത് അല്ലെ. നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ഇങ്ങനെ ദുരന്തങ്ങൾ ഹോസ്പിറ്റലിൽ സംഭവിക്കുന്നില്ല. അപ്പൊ താൽക്കാലികമായിട്ടാണ് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയത്. ആ പ്ലാന് നമ്മൾ ഡീആക്ടിവേഷൻ ചെയ്യണം. എങ്ങനെ ഡീആക്ടിവേഷൻ ചെയ്യണം? ഷുഡ് നോട്ട് ബി ടു ഏർലി, നേരത്തെ അല്ലെങ്കിൽ പ്രിമേച്ചർ, ആ ഒരു സമയത്ത്. പിന്നെന്താ വളരെ വൈകിയാകരുത്. നമ്മൾ അങ്ങനെ ആ സമയത്ത് ദുരന്തം കഴിഞ്ഞ സമയത്ത് തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും ഡീആക്ടിവേഷൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. ആ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തീർക്കാം. അത് പിന്നീട് വെക്കരുത്, വൈകി നാളെ ആവട്ടെ, ഇന്നിപ്പോ ദുരന്തം നടന്നു, എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. അത് ഇന്ന് തന്നെ ചെയ്യാനുള്ളത് ചെയ്യുക, അത് പിന്നീട് വൈകിക്കരുത്. പിന്നെ അടിയന്തര എമർജൻസി പദ്ധതി പ്ലാൻ എന്തെങ്കിലും അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ ഉണ്ടാവും. ഇനി അടുത്ത ദുരന്തം എപ്പോഴാണെന്ന് നമ്മൾ വിചാരിക്കണം. സജീവമാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ആ സമയത്ത് ജീവനക്കാരുടെ ക്ഷീണം വെച്ചാൽ എന്താ, ഇതാണ് ഇവിടെ പറഞ്ഞത്, ലാസ്റ്റ് പോയിന്റാ പറഞ്ഞത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ടു റീആക്ടിവേറ്റ് ദ എമർജൻസി പ്ലാൻ. ഈ പ്ലാനൊക്കെ നമ്മൾ ആ സമയത്ത് തന്നെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഡീആക്ടിവേഷൻ ചെയ്യണം. അത് ഡീആക്ടിവേഷൻ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ടി, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലെ, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കാരണം ഇന്നത്തെ കഴിഞ്ഞാൽ നാളെ ദുരന്തങ്ങളൊന്നും ഇല്ല, പിന്നെ നമ്മൾ ഇത് വീണ്ടും നമ്മൾ തുറന്നെടുക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ, ഒരു ദുരന്തമാണ് നടന്നത്. അപ്പൊ അത് തലേന്ന് തന്നെ കാര്യങ്ങൾ കഴിഞ്ഞു പോയാൽ അപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും ഡീആക്ടിവേഷൻ ചെയ്യുക. പിന്നെ പ്ലാൻ ഈസ് വൺസ് ആസ് ഡിക്ലെയർ, അതിന്റെ കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യിക്കുക. ഓവർ ബിക്കോസ് സ്റ്റാഫ് ടയേർഡ്നെസ്, സ്റ്റാഫ് വിച്ച് ഡിഫിക്കൽട്ടി ടു വർക്ക്. ഇത് കഴിഞ്ഞാൽ പിന്നെന്താ, സ്റ്റാഫിന് ഭയങ്കര ഇതിനെ ടയേർഡ് ആയിരിക്കും. ഈ സംഭവം ആ സമയത്ത് ടയേർഡ് ആവുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് ഡിക്ലെയർ ചെയ്ത് ഡീആക്ടിവേഷൻ ചെയ്ത് വെക്കണം. അതാണ് ആ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയണത്. ഓക്കെ അല്ലേ? വേറെ ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും? ഒന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ മതി, എല്ലാവർക്കും മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താന്നുള്ളത് മനസ്സിലാവും. വെറുതെ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, നമുക്കിനി വൈൻഡപ്പ് ചെയ്യാം.
ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ്സിൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാം നമുക്ക്. ഓക്കെ, താങ്ക് യു. Thank you, ma'am. വെൽക്കം.